പല കാരണങ്ങൾ കൊണ്ടും. ലിറ്റ്മസ് 24-ൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്നോർത്ത് വിഷമിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ലിറ്റ്മസ് 24-ൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയോ അതുമല്ലെങ്കിൽ പണമില്ലാത്ത മറ്റൊരു വ്യക്തിയോ സ്പോൺസർ ചെയ്യാൻ നിങ്ങൾക്കും അവസരമുണ്ട്. essensglobal.com എന്ന വെബ്സൈറ്റിൽ സ്പോൺസർഷിപ്പ് ടിക്കറ്റ് എന്ന വിഭാഗത്തിൽ പോയി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തോ അതുമല്ലെങ്കിൽ ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങൾക്ക് ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളിയാവാം. കൂടുതൽ വിവരങ്ങൾക്ക് 8714-011-099 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്നേഹ സംഹാരത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. സ്നേഹസംവാദം എന്ന് പറയുന്നൊരു പരിപാടി ഞാനൊക്കെ കുട്ടിക്കാലം മുതൽ നമ്മളുടെ കോളേജ് ജീവിതകാലം ആ ഒരു സമയത്ത് പ്രത്യേകിച്ചും ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് സാധിച്ച അല്ലെങ്കിൽ അതിന് ഒരു വഴി വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ആൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ ഇമാം അക്ബർ തന്നെയായിരുന്നു. അപ്പോൾ ഒരു വശത്ത് ഹിന്ദി ചാനലിൽ അല്ലെങ്കിൽ പീസ് TV പോലെയുള്ള ചില ചാനലുകളിൽ ജാക്കിർ നായിക്കിനെ പോലെയുള്ള ആളുകൾ അവിടെ രംഗം തകർക്കുമ്പോൾ ഇസ്ലാമിക പ്രബോധനവുമായി ബന്ധപ്പെടുത്തി അവിടെ നടത്തുന്ന ചില രീതികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ബ്രദർ ഐ എം എ മെഡിക്കൽ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി ഇതൊക്കെ കണ്ടിങ്ങനെ കോരിത്തിരിച്ചിങ്ങനെ ഇരിക്കും. ആ സമയത്ത് അതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സമാനമായ രീതിയിൽ കേരളത്തിൽ മലയാളത്തിൽ ഇമാം അക്ബറും അതുപോലെയുള്ള ആളുകളൊക്കെ നിറഞ്ഞു നിന്നിട്ട് ഇസ്ലാമിക മതപ്രബോധനം അത് നടത്തിയിരുന്ന ഒരു കാലം. ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു സംഗതിയാണ് സ്നേഹസംവാദം എന്ന് പറയുന്നൊരു വാക്ക്. അതിൻ്റെ ആ പരിപാടിയോടൊപ്പം തന്നെ ആ പേരിലൊരു മാസിക അതും കറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ കുട്ടികൾ നമ്മളുടെ കോളേജിലൊക്കെ ആണെങ്കിലും ഈ മതപരമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിരുന്ന ഒരു സാധനമായിരുന്നു ഈ മാസിക. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് മതത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അറിയാനും പഠിക്കാനും അത് കൈമാറാനും പങ്കുവെക്കാനൊക്കെ നമ്മൾ നടത്തിയിരുന്ന ശ്രമങ്ങൾ ഇന്ന് ഓർക്കുമ്പോൾ കുറേ കാലം കഴിഞ്ഞ് നമ്മൾ കാണുന്നൊരു കാഴ്ച ഈ ഒരു സംഭവം കാണുന്നില്ല എന്നതാണ്. എവിടെ പോയി? സ്നേഹസംവാദം നടത്തിയിരുന്ന ആളുകൾ അവരെ കാണുന്നില്ല, ആ വേദികൾ കാണുന്നില്ല, അത് നടത്തിയിരുന്ന സംവിധാനങ്ങളെ കാണാനില്ല, അവരുടെ ആ ഒരു സംഗതികളൊക്കെ പ്രവർത്തിപ്പിച്ചിരുന്ന ഓഫീസുകൾ നിച്ച് ഓഫ് ട്രൂത്ത് എന്നൊക്കെ പറയുന്ന സംഘടന അതിൻ്റെയൊന്നും ആളുകളെയോ ഓഫീസുകളൊന്നും കാണുന്നില്ല. അതിൻ്റെയൊക്കെ ചില ഓഫീസുകളൊക്കെ ഇന്ന് ചില മറ്റേ ചിട്ടി കമ്പനിയും കുറി കമ്പനിയൊക്കെ ആയിട്ട് മാറി എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ആ രീതിയിൽ വരെ പരുവപ്പെടുന്നൊരവസ്ഥ. ഇസ്ലാം വളരെയാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും. അങ്ങനെയൊക്കെ നടക്കുന്ന ആ ഒരു സമയത്ത് നമ്മളെ ആളുകൾ നമ്മളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില നീക്കങ്ങളുടെ ഭാഗമായിക്കൊണ്ട് കേൾക്കാനില്ലേ? ശബ്ദമൊക്കെ കേൾക്കാനില്ലേ? എനി പ്രോബ്ലം? ഓക്കെ അല്ലേ? ഇവിടെ ഓക്കെ ആയിട്ടാണ് കാണുന്നത്. ഹലോ, യെസ്. അപ്പോൾ അങ്ങനെ നടക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇതൊന്നും കാണുന്നില്ല എന്നൊക്കെ നമ്മൾ ചില ആളുകളൊക്കെ പറഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് ലിയാഖത്ത് അലിയൊക്കെ അത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഇവർ കടന്നു വരുന്നു. അങ്ങനെ കടന്നു വന്നിട്ട് ഓക്കെ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ ആവാനേ വഴിയുള്ളൂ. ഇവിടെ ഓക്കെ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നതിൻ്റെ എന്തെങ്കിലും കുഴപ്പമാവുള്ളൂ, അവിടെ ചെക്ക് ചെയ്യൂ. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ നടത്തിയതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇല്ല ഞങ്ങൾ ചത്തിട്ടില്ല, ഞങ്ങൾ മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പരിപാടികളൊക്കെ ആയിട്ട് ഇവർ ഇറങ്ങിത്തിരിച്ചപ്പോൾ സംഭവിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മൂട്ടിൽ വെടിവെക്കുന്ന അവസ്ഥ. ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണാൻ സാധിച്ചൊരു കാര്യത്തെക്കുറിച്ചും അതോടൊപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോട്, മഞ്ചേരി, അതുപോലെ മറ്റ് മലപ്പുറം ജില്ലയുടെ ചില ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നടത്തിയ എസൻസിൻ്റെ ലിറ്റ്മസ് 24 എന്ന ആ പ്രോഗ്രാമിൻ്റെ ഒരു പ്രചരണാർത്ഥം നടത്തിയ റോഡ് ഷോ, അതിൽ 2 പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു. അതുകൂടാതെ മറ്റ് ചില പരിപാടികൾ വേറെ നടന്നിട്ടുണ്ട്. ചന്ദ്രശേഖറും അതുപോലെ നമ്മളെ നിഷാദ് കൈപ്പള്ളി, നമ്മളുടെ ഹലോ ഫ്രീ തിങ്കറിൽ നിങ്ങൾ കണ്ടുപരിചയമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ആ നടത്തിയ പരിപാടിയുടെ ഭാഗമായിട്ടൊക്കെ നമ്മളുടെ ചില അനുഭവങ്ങൾ ഇത് രണ്ടും ഒന്ന് ചേർത്തിട്ട് ചില കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് വിചാരിച്ചിങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ വേറെയും ഒരു കാര്യം കൂടി നമ്മളെ കൺമുന്നിലേക്ക് വരുന്നു. അപ്പോൾ ആ 3 കാര്യങ്ങൾ കൂടി ചേർത്തിട്ടാണ് നമുക്ക് ചില കാര്യങ്ങൾ ഇന്ന് പറയാനുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. അതിന് മുന്നേ ആയിട്ട്
നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് പങ്കുവെച്ചൊക്കെ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുകൂടാതെ മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ, ഡൊണേഷൻസ് വഴിയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിൻ്റെ ഓപ്ഷൻസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തി ഉപയോഗിക്കണം എന്നും കൂടി പറയുകയാണ്. ഇവിടെ കാണുന്ന QR കോഡും നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ ആ പരിപാടിയിൽ ഏകദേശ രൂപം ഇതാണ്. കോഴിക്കോട് കടപ്പുറത്ത് അവിടെ ആ മണലാരണ്യത്തിൽ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, ഒറ്റപ്പനയുടെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും സംഗതി കൊള്ളാമായിരുന്നു. മണൽ തന്നെയാണ്. ആ മണലിൽ ഇതുപോലെ ഒരു വേദി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നു. ഞാൻ പങ്കെടുത്ത 2 പരിപാടി ഉള്ളതിൽ ഒരെണ്ണം, അല്ലെങ്കിൽ ഏറ്റവും മികച്ചത് എന്ന് വേണമെങ്കിൽ ഇത് പറയാം, ആ പങ്കാളിത്തം കൊണ്ടും നമ്മളുടെ അനുഭവങ്ങൾ കൊണ്ടും. അങ്ങനെ നടത്തിയ ഈ ഒരു സംഗതി, പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്തത് മതം തന്നെയാണ്. ദൈവം അന്ധവിശ്വാസമോ എന്ന ഒരു ചോദ്യം. വേറൊരുണ്ടായിരുന്നത് മനുഷ്യൻ കുരങ്ങിൽ നിന്ന് തന്നെയാണോ പരിണമിച്ച് വന്നത് എന്ന ഒരു ചോദ്യം വെച്ചുകൊണ്ട് വേറൊരു പരിപാടി. അതുകൂടാതെ പ്രാർത്ഥന ശരിക്കും ഫലിക്കുമോ, പ്രാർത്ഥന നിരർത്ഥകമോ എന്ന ചോദ്യം, അത് വേറെ. അങ്ങനെ 2, 3, 4 പരിപാടികൾ. ആയുർവേദത്തിൻ്റെ ഒരു വിമർശനം, അത് വേറൊരെണ്ണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ദൈവവിശ്വാസവുമായി ബന്ധപ്പെടുത്തിയിട്ട് പ്രാർത്ഥന, അതുപോലെ ഈ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇതിനെയൊക്കെ വിമർശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിപാടികൾ വെച്ചപ്പോൾ അവിടെ ദൈവമെന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ അള്ളാഹു എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ കുരു പൊട്ടിയത് മുഴുവൻ നമ്മളെ കാക്കാമാർക്കാണ്. കാക്കാമാർ അവിടെ വന്ന് സീൻ അലമ്പാക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ ചില ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കുവച്ചിരുന്നു, ഒരു ചെറിയ വീഡിയോ. ചൂടുകുരു കോയ ഓൺ ദ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ നമ്മൾ ഇറക്കിയിരുന്നു. അതിൽ സംഭവിച്ച ഒരു ചെറിയൊരു സംഗതി. അതുകൂടാതെ വേറെയും 1-2 വീഡിയോ അല്ലെങ്കിൽ ചെറിയ ഷോർട്സൊക്കെ ആയിട്ട് നമ്മളിവിടെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലൊരെണ്ണം നമ്മളിവിടെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒന്നുകൂടി പ്ലേ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു സംഗതിയിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് MM അക്ബറുടെ ഒരു വീഡിയോ. അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നു. ആ വീഡിയോയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യമാണ്. ആ പരിപാടിയുടെ പേര് സത്യത്തിൽ മതം വേണോ മനുഷ്യന് എന്നായിരുന്നു എന്നുണ്ടെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് ഇസ്ലാം വേണോ മനുഷ്യന് എന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഇതുതന്നെയാണ് നമ്മളും പറഞ്ഞത്. കാരണം ദൈവം അല്ലെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ മതം എന്നൊക്കെയുള്ള വാക്കുകൾ പൊതുവായിട്ട് നമ്മൾ പറയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് കറങ്ങിത്തിരിഞ്ഞ് ഇസ്ലാം, അള്ളാഹു, അതുപോലെ ഇസ്ലാമിക ദുആ എന്ന രീതിയിലേക്ക് വന്ന് പരിണമിക്കും. എന്നിട്ട് പിന്നെ കാക്കന്മാർ കുരുപൊട്ടിക്കും. ഇതാണ് അവിടെ നമ്മൾ സാധാരണ കണ്ടുവരാറുള്ളത്. അതിവിടെയും കാണുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടത്, അതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. പിന്നെ അതുകൂടാതെ ഈ മതപണ്ഡിതരായിട്ടുള്ള ആളുകൾ നടത്തുന്ന ചില പ്രസംഗങ്ങൾ പണ്ട് കാലത്തെ ഉള്ളതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയും ഒക്കെ വന്നപ്പോൾ ആളുകൾ അത് കൂടുതൽ കേൾക്കാനിടയാവുന്നു. അത് വെച്ചുകൊണ്ട് അവർക്ക് തന്നെ തെറ്റാണല്ലോ, ഈ പറയുന്നതിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് തോന്നുന്നു. അത് സംബന്ധിച്ചിട്ട് ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ അത് സംബന്ധിച്ചിട്ടൊരു വീഡിയോ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് ഒരു ഉസ്താദ് പറയാണ്, ഒരു നൗഷാദ് ഹസനി പറയുന്ന സംഗതി നമ്മൾ അനിൽ മുഹമ്മദ് എടുത്ത് വിമർശിക്കുന്നു. അനിൽ മുഹമ്മദ് പുള്ളിയെ തെറി വിളിക്കുന്നു, തെണ്ടി എന്നൊക്കെ വിളിച്ച് കളയുന്നു. ഓക്കെ, അങ്ങനെ അത് വിളിച്ചപ്പോൾ അതിൽ വിഷമം വന്നിട്ട് നമ്മളുടെ മറ്റൊരു വിശ്വാസി വന്നിട്ട് അതിനെ വിമർശിക്കുന്നു. അപ്പോൾ അതായത് തേർഡ് പാർട്ടി വിമർശനം. ഒരു ഉസ്താദ് ഒരു കാര്യം പറയുന്നു, അതിനെ മറ്റൊരു വിശ്വാസി വിമർശിക്കുന്നു. ആ വിമർശിച്ചത് ശരിയായില്ല, ഉസ്താദ് പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊരു വിശ്വാസി. അങ്ങനെ വിശ്വാസികൾ ഇങ്ങനെ ഈ ഡൈസി ചെയിനിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടെ കാണുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ വെളിച്ചത്ത് വരുന്നു, അത് വിമർശന വിധേയമാക്കുന്നു, അതിൽ ചർച്ചയുണ്ടാകുന്നു. ഇതെല്ലാം ഇപ്പോൾ വിശ്വാസികളുടെ ഇടയിൽ തന്നെ നടക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും പുതിയ ഒരു സംഗതി. അതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സന്തോഷമായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത്. വളരെ മികച്ചൊരു കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോഴാണ് ശരിക്കും ഇത് സ്നേഹസംവാദമായത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നേഹസംവാദത്തിൻ്റെ ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു സംഹാരമാണ് എന്നതുകൊണ്ട് നമ്മൾ ഈ പേര് മാറ്റിയിട്ട് സ്നേഹസംവാദം എന്നത് മാറ്റി സ്നേഹസംഹാരം എന്നാക്കി മാറ്റുന്നു. വളരെ സ്നേഹത്തോടു കൂടി ഇസ്ലാമിനെ അങ്ങ് സംഹരിച്ച് കളയുന്നൊരവസ്ഥ. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ആ കടപ്പുറത്ത് വെച്ച് നടത്തിയ പരിപാടിയിൽ നമ്മൾ കണ്ട കാഴ്ച അത് ഇവിടെ ഒന്ന് പറയും, എന്നിട്ട് അതിൻ്റെ പിന്നാമ്പുറത്തുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കാം, എന്നിട്ട് ബാക്കി. വയനാട് മേപ്പാടിയിൽ ഉരുൾപൊട്ടി, എല്ലാവർക്കും അറിയാലോ. ഞാൻ 15 ദിവസം രാവും പകൽ 2 ആൾ പണിയെടുത്ത ഒരാളാണ്. നമ്മളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇല്ലേ? അതിന്റെ ഫലമായി ഒരുപാട് പേര് രക്ഷപ്പെട്ടില്ലേ? പക്ഷെ ആ രക്ഷാപ്രവർത്തനത്തിന് വന്ന ആൾക്കാർ ഇതുപോലെ വീടുകളിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണെങ്കിൽ എത്ര പേര് രക്ഷപ്പെടും?
മരിക്കും, എല്ലാ എണ്ണം മരിക്കൂലേ? അപ്പൊ ഇപ്പം ഇവിടെ നേരത്തെ കുറെ പേരുണ്ട് ഇവിടെ. അപ്പൊ ദൈവവിശ്വാസി പറഞ്ഞപ്പോ എല്ലാരും കൈയടിച്ചു, ഞാനും കേട്ടു. ഞാൻ ഇവരെ കൂടെ വന്നല്ല. അതിൽ ഏത് ദൈവമാണ് ഒറിജിനൽ ശരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ തമ്മിൽ തളിച്ചാവും. ഞാൻ കാണുന്നതാണ്, ഞാൻ ഒരു യാത്രകനാ. യുപിയിലോ എവിടെയോ പോയി കഴിഞ്ഞാൽ കാണുന്നതാണ് മതത്തിന്റെ പേര് തമ്മിൽ തല്ലുന്നത്. നിങ്ങൾ ഇപ്പൊ കൈയടിച്ചൊക്കെ തമ്മിൽ തല്ലും. ഞാൻ ഒരു ഉസ്താദിന്റെ മോനെ, എനിക്കറിയാം. അതാണ് അതിൽ ഹൈലൈറ്റ്. കൂടുതലൊന്നും പറയണ്ട, ഞാനൊരു ഉസ്താദിൻ്റെ മോനാണ് എന്ന് പറഞ്ഞിട്ട് വിശ്വാസികളുടെ വായ അടപ്പിക്കുന്ന മറ്റൊരു വിശ്വാസി. ഇതിൻ്റെ പിന്നാമ്പുറം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ചർച്ച ആ ഒരു ടൈറ്റിൽ നിങ്ങൾ കണ്ടു, അതായത് ദൈവം അന്ധവിശ്വാസമോ, ഇതാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ആ ചോദ്യം വെച്ചുകൊണ്ട് നമ്മളവിടെ ചർച്ച നടത്തുമ്പോൾ ആ കൂടി നിന്ന കൂട്ടത്തിൽ നിന്ന് ആളുകളുടെ ഇടയിൽ നിന്നും ഒരു ഇസ്ലാം മത വിശ്വാസിയായിട്ടുള്ള ഒരാൾ വലിയ ഒച്ചയും ബഹളമൊക്കെ വെച്ചിട്ട് അവിടെ നിന്നിട്ട് വലിയൊരു ചോദ്യം ചോദിച്ചു. അതായത് ദൈവമില്ല എന്നുള്ളതിനുള്ള തെളിവ് എന്താണ്, ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു ഒരു വ്യക്തി, ഒരു ഇസ്ലാം മത വിശ്വാസി. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് തിരിച്ചു ചോദിച്ചു, ഓക്കെ, ഈ നമ്മളുടെ വയനാട് ഉരുൾപൊട്ടലുണ്ടാക്കിയത് ദൈവമാണോ എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അതേപോലെ തന്നെ ഈ ദൈവത്തിൻ്റെ ക്വാളിറ്റി എന്തൊക്കെയാണ്, ഒരു 2 എണ്ണം പറയൂ എന്ന 2 ചോദ്യങ്ങൾ. ഇത് ചോദിച്ചോടുകൂടി അവിടെ ആകെ പ്രശ്നമായി. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ദൈവമുണ്ട് എന്ന് ഒരു വശത്ത് പറയുന്നു, ആ ദൈവം ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. എന്നിട്ട് ഈ ദൈവം ഉണ്ടായിട്ട് എന്താണ് ഉണ്ടാകുന്നത്? ഉരുൾപൊട്ടൽ, ഇതുപോലെ സുനാമി, ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ ആ ഒരു ഉരുൾപൊട്ടലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ പ്രദേശത്തുണ്ടായിരുന്ന അവിടെ നിന്നും വന്ന വ്യക്തിയാണ് ഈ സംസാരിച്ചത്. മേപ്പാടി നിങ്ങൾ പറഞ്ഞ കേട്ടു. നമുക്ക് ഈ ഇദ്ദേഹത്തെ അറിയില്ല. പക്ഷെ സംഭവിച്ചത് ഈ ഒരു ചോദ്യത്തിൻ്റെ പേരിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം. കാരണം എന്താണ്? കരുണാമയനും കരുണാനിധിയുമാണ് ദൈവം എന്നുണ്ടെങ്കിൽ ഇമാതിരി പരിപാടിയൊന്നും ഒപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ മനുഷ്യനെ കൊല്ലുന്നത് പോട്ടെ, കാരണം ഇവിടെ ഈ ഇസ്ലാമിൻ്റെ വശത്തുള്ള ആളുകൾ അവർ തന്നെ വന്ന് നിന്ന് പറഞ്ഞ എന്താണ്, ഇതൊരു ശിക്ഷയാണ്. ആ ഭാഗത്ത് കുറേ ആളുകൾ വലിയ പ്രശ്നക്കാരായിട്ട് ജീവിച്ചിരുന്നു, അവരവിടെ ഉള്ളത് കൊണ്ട് കിട്ടിയ ഒരു ശിക്ഷയാണ്. ഒരു കാര്യം നമ്മൾ കേട്ടത് അതാണ്. വേറൊരു കൂട്ടം ആളുകൾ വന്നിട്ട് ചില CP സലീമിനെ പോലെയൊക്കെയുള്ള ആളുകൾ വന്ന് പറഞ്ഞത് നമ്മളിവിടെ നേരത്തെ പറഞ്ഞു. അതെന്താ പറഞ്ഞത്? അതായത് ഈ ഉരുൾപൊട്ടലിൽ വിശ്വാസിയായിരിക്കെ, ഇസ്ലാം മത വിശ്വാസിയായിരിക്കെ മരിച്ചുപോയ ആളുകൾ അവരൊക്കെ ഇപ്പോൾ ഹൂറികളുടെ അടുത്തെത്തി, അല്ലാതെയുള്ള ആളുകളൊക്കെ വലിയ നഷ്ടത്തിലാണ്, അവർ നരകത്തിലുമാണ് എന്നും പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ആരാണ് ഉരുൾപൊട്ടലുണ്ടാക്കിയത്? എന്നിട്ട് ഇതുപോലെ അവരെ കൊല്ലാൻ വഴി വെച്ച് അവരെ കൊണ്ടുപോയി നരകത്തിലിടുന്ന പരിപാടി. എന്നിട്ട് ആളെ നമ്മൾ കരുണാനിധിയെന്നും കരുണാമയെന്നും വിളിക്കണം. ഇത് എവിടുത്തെ ഏർപ്പാടാണ്? ഇതാണ് നമ്മൾ ചോദിച്ചത്. അതുകൂടാതെ ആ ഒരു 2ാം ക്ലാസ്സുകാരി എഴുതിയ ഒരു ഡയറി കുറിപ്പ് നിങ്ങൾ കണ്ടോ? അതായത് എവിടെ പോയി ദൈവം എന്ന ചോദ്യം. ഇത് ഏത് കൊച്ചുകുട്ടിക്കും ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതാണ് നാട്ടുകാർ ചോദിക്കുന്നുള്ളൂ. പക്ഷേ ഈ ചോദ്യം ഇവർക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതാണ് ഇവിടെ വെളിച്ചത്ത് വന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ വിശ്വാസികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ട്. അതായത് ഈ കൂടി നിൽക്കുന്ന കൂട്ടത്തിൽ എത്ര പേര് വിശ്വാസികളായിട്ടുണ്ട് എന്ന് അയാൾ ചോദിച്ചപ്പോൾ അവിടെ കുറേ ആളുകൾ കൈ പൊക്കുന്നു, എന്നിട്ട് കൈയടിക്കുന്നു, ഒക്കെ അവിടെ അങ്ങോട്ട് നടക്കുകയാണ്. അവർ തന്നെ ചോദിക്കുന്നു, അവർ തന്നെ കൈയടിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, അത് ശരി, അപ്പോൾ ദൈവം എന്നുള്ള ഒരു പൊതു സ്വഭാവത്തിലുള്ളൊരു സംഗതി വന്നപ്പോൾ നിങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ വിശ്വാസികളുടെ എന്തോ വലിയ സാധനം രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഗതി. ഇനി ഏതാണ് യഥാർത്ഥ ദൈവം എന്നൊരു ചോദ്യം കൂടി അടുത്തത് വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാകും എന്നാണ് ഈ പയ്യനവിടെ പറഞ്ഞു വെച്ചത്. ഇതൊരു വാസ്തവമാണ്. ഇത് നേരിട്ട് കാണുന്ന ആളുകളാണ് നമ്മൾ. ദൈവം എന്ന് പറയുന്ന പൊതുസങ്കല്പം പറയുമ്പോൾ അവിടെ നിരീശ്വരവാദികൾ ഒരു വശത്തും ദൈവവിശ്വാസികൾ ഒരു വശത്തും. ഓക്കെ, എന്നാൽ നിരീശ്വരവാദികളൊക്കെ കഴിഞ്ഞു, അവരെയൊക്കെ നമ്മൾ ഉത്തരം മുട്ടിച്ചു. എന്നിട്ട് ദൈവവിശ്വാസികൾ തമ്മിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിൻ്റെ ദൈവമാണോ എൻ്റെ ദൈവമാണോ ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക? നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ച, വിശ്വാസികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടികൂടുന്നു. അവർ തന്നെ അവസാനം കറങ്ങിത്തിരിഞ്ഞ് സമവായങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മൾ ഈ മതം പറയുന്നത് നിർത്തണം, ഇത് കുറച്ച് ഓവറാകുന്നുണ്ട് എന്ന നിലയിലേക്ക് വരെ കാര്യങ്ങളെത്തുന്നു. ഇതാണ് അതിൻ്റെ ഏറ്റവും ഭംഗിയായ ഔട്ട്കം ആയിട്ട് നമുക്കവിടെ കാണാൻ സാധിച്ചത്. അത് ഇവിടെ സംഭവിച്ചു. കാരണം ഈ ഒരു കശപിശയ്ക്ക് ശേഷം ഒരു ചെറിയ പയ്യൻ, ഒരു യുവാവായിട്ടുള്ള ഒരാൾ വന്നിട്ട് വേറെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. അത് നമ്മളുടെ എസൻസിൻ്റെ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, അത് പുറത്തു വിട്ടിട്ടില്ല. അതിൽ ആ പയ്യൻ വന്നിട്ട് പറയാണ്, ഇവിടെ മതമുള്ള ആളുകൾക്ക് പറയാൻ അവസരമുള്ളതുപോലെ മതമില്ലാത്ത ആളുകൾക്കും ഇതേപോലെ നിന്ന് പറയാനുള്ള
ഒരു അവകാശമുണ്ട്. എന്തിനാണ് വിശ്വാസികളായ നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത്? ഇത് കുറച്ച് ഓവറല്ലേ എന്ന രീതിയിൽ പുള്ളി ചോദിച്ചു വെക്കുമ്പോൾ പിന്നെ ആരും മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, ഈ കശപശ ഉണ്ടാക്കിയ ആളുകൾ മുഴുവൻ പിന്നെ സ്ഥലം അവിടെ നിന്ന് കാലിയാക്കുന്നു. അവിടെ പിന്നെ അവരെ കാണാനില്ല. അതിനുശേഷം പിന്നെ ചർച്ച വളരെ സ്മൂത്തായിട്ട് നടക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചോദ്യങ്ങളായിട്ടും ഉത്തരങ്ങളായിട്ടും വലിയ തലങ്ങളിലേക്ക് പിന്നെ അത് പോയി. ഇതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, വിശ്വാസികൾ തന്നെ വിശ്വാസികളെ തിരുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. വിശ്വാസികൾക്ക് തുറന്നു പറയാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസം വേറെ ഒരു വീഡിയോ ഇവിടെ അയച്ചു കിട്ടിയിരുന്നു. അത് പെട്ടെന്നാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. നമുക്ക് വീഡിയോ കട്ട് ചെയ്തിടുന്ന സമയത്ത് അവിടെ നമുക്ക് ഇടാൻ പറ്റുമെന്ന് നോക്കാം. ആ വീഡിയോ ഒരു പാട്ടുകാരൻ പറയുന്ന കാര്യമാണ്. നമ്മളുടെ മുസ്തഫ മൗലവിയുടെ ഒരു വേദിയിൽ വെച്ചിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന് കേട്ട് കളയാം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാനവികത നീതിബോധമായി ദാഹത്തോടെ കൊണ്ട് നടക്കുന്ന ദൈവപ്രതിനിധിയായിക്കൊണ്ട് ആ ദീപശിഖ നൂരിൻ മുന്നൂരില്ല എന്ന് പറഞ്ഞ പോലെ ഒന്നിൽ നിന്നും ഒന്നിലേക്ക് തിരികൊളുത്തി കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഗുരുനാഥന്മാരും അതിൽ നിന്നും നുകർന്നുകൊണ്ടിരിക്കുന്ന സദസ്യരും എല്ലാവരെയും കണ്ട ആനന്ദം വളരെ ഏറെയാണ്. അധിക നേരം ഇരുന്നതിൻ്റെ ഒരു ബോറടിയും എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഞാൻ എല്ലാവരെയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ്. എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാൻ 10 വർഷം മുമ്പ് എഴുതി അവതരിപ്പിച്ച ഒരു പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാം. ഭാഷാർത്ഥം മാത്രമായി നുകരുവതെന്തിനീ ഖുർആൻ, ബാഹ്യാക്ഷരങ്ങൾക്കും അപ്പുറമുണ്ടേറെ അറിയാൻ. കലാമാണ് ഖുർആൻ, ദലീലാണ് ഖുർആൻ, റബ്ബിനെ ഉള്ളുകൊണ്ടറിയാൻ, ഹുബ്ബവൻ ഉൾക്കൂട്ടിലുണരാൻ. ഇത് സത്യമത സന്മാർഗ ദീപമേ, ഇലാഹിന്റെ അരുൾ വന്ന വേദമേ. ഹിദായത്ത് ഖുർആൻ, ഇബാദത്ത് ഖുർആൻ, ഫുർഖാനുൽ അലീം, സർക്കാരെ അമീൻ, ഇരുലോക നൂറേ, തിരുത്വാഹ ഖൈറേ, അവതാരമീമേ, അവർ ചൊന്നലാമേ. ആദം വൈദിരീസ് നൂഹും പിന്നാദ്യാന്ത്യ നബിമാരെ വാഴ്വും. ഒന്നൊഴിയാതെ ചരിതങ്ങളേതേതുമേ, ഒരഴകാർന്ന കവിതതൻ തോതാകുമേ. കാലം തിരുത്താത്ത വർണ്ണങ്ങളും ആരും അടുക്കാത്ത വാക്യങ്ങളും, ഖിയാമം വരെയും ചലിക്കും റസൂൽ, കിതാബിന്റെ ചേലിൽ നയിക്കും ഹുസൂർ. ഇതല്ലാഹു നമ്മോട് മിണ്ടുന്നതാ, ഇതേൽക്കാതെ പോയെങ്കിലെന്താ കഥ. ഇതാണ് ഈ പാട്ട്. ഞാൻ പാട്ടായ കഥ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ചാനലിൽ പുതുതായിട്ട് വീട്ടിലൊരു സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് അതിനുശേഷം ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ പാട്ട് കൊണ്ട് ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എപ്പിസോഡ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ 1ാം എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ളൂ. അതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് തൊട്ട് മുമ്പ് പ്രസംഗിച്ചവരൊക്കെ സൂചിപ്പിച്ച പോലെ വാക്കിനെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന വല്ലാത്തൊരു കെട്ടകാലത്താണ് നമ്മളുള്ളത്. ഒരു വാക്കിന് പല തരത്തിൽ അവരവർക്ക് ബോധ്യപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പറയാൻ പറ്റും. പക്ഷെ പറയപ്പെടുന്നത് നീതിബോധത്തോടു കൂടിയാണോ എന്ന പുനർപരിശോധന വലിയ അറിവുണ്ടെന്ന് നടിക്കുന്ന ആളുകളിൽ നിന്ന് പോലും വളരെ പ്രയാസകരമായ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. അത് അവർ പുനർവിചിന്തനം നടത്തണം. സമൂഹത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങളാണോ, ആ രീതിയിലേക്കാണോ അറിവ് തേടി വരുന്ന ആളുകൾക്ക് അറിവുണ്ടെന്ന് പറയുന്നവർ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ള ദുരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ പാട്ടിൽ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എൻ്റെ മരണശേഷം അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ദുരവസ്ഥ എത്രത്തോളം ഭീകരമാണ്
എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ പറഞ്ഞു. ഓക്കെ, എന്തായാലും ഈ വീഡിയോ നമ്മളുടെ ചാനലിൽ കിടപ്പുണ്ട്. മുസ്തഫ മൗലവിയുടെ വാലി ഓഫ് നോളജ് എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂറുണ്ട്. ഞാൻ മുഴുവൻ പ്ലേ ചെയ്യുന്നില്ല. എന്തായാലും ഇതിൽ പ്രധാനമായിട്ടൊരു സംഗതി പറഞ്ഞു വെക്കുന്നത് ഇതുപോലെ 3 ദിവസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും പിണങ്ങരുത് എന്ന് പഠിപ്പിക്കുന്നു. സ്വന്തം കുടുംബക്കാരനായ അബൂലഹബ് എന്ന് പറയുന്ന എളാപ്പാനെ ശപിച്ചുകൊണ്ടൊരു സൂറത്ത് നമ്മളൊരു കാര്യം കേൾക്കണ്ട, അങ്ങനെയാണ് നമ്മൾ കേട്ട് വെച്ചിരിക്കുന്നത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ദൈവമായിട്ടുള്ള അപാരമായ ലയനത്തിനിടയിൽ നമ്മൾ ഒരാളെ ശപിച്ചുകൊണ്ടൊരു വചനം പറയൂ. എന്റെ ഡൗട്ടാണ്. അപ്പൊ ഞാൻ ആ ഡൗട്ട് മുസ്തഫ മൗലവിയുടെ അടുത്ത് ചോദിച്ചു. മുമ്പ് ഇതിങ്ങനെ തന്നെ അകമ്പൂരിൽ എൻ്റെ അടുത്ത് തന്നു. അതിനുശേഷം ഈ സൂറത്തിന്റെ പിന്നിലെ ഓരോ വാക്കുകളും എന്താണെന്ന് വിശദീകരിച്ചു തന്നു. എനിക്ക് അൽഹംദുലില്ലാഹ് വളരെ സമാധാനമായി. കാരണം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കും ആ പറഞ്ഞിരിക്കുന്ന കഥയും തമ്മിൽ യാതൊരു ബന്ധമില്ല. നമ്മള് ഓക്കെ, സതുപദേശമാണ് എന്റെ ജീവിതം. എന്താ ഇപ്പോൾ ഇതിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ഇത് വിശ്വാസികളുടെ ഇടയിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. മുസ്തഫ മൗലവിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മളെ ചാനലിൽ തന്നെ 1-2 തവണ നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇസ്ലാമിൽ പറയുന്ന കാര്യങ്ങൾ അത് പ്രശ്നമാണ് എന്ന് തോന്നിയിട്ട് അതിങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ ഇത് മാറ്റി പറയാൻ വേണ്ടിയിട്ട് ചില വഴികൾ തേടുന്നു. ഭാഗ്യത്തിന് ഇത് മലയാളത്തിലല്ലല്ലോ, അറബിയിലാണല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ വേണേലും വളച്ചൊടിക്കാമല്ലോ. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഇതിന് പുതിയ പുതിയ അർത്ഥങ്ങൾ കൊടുക്കുന്നു. ഞാൻ വിശ്വാസിയായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് തുടങ്ങുന്ന ആ ഒരു സൂറത്ത്. ഇതൊരു ശാപം ആണ് ആ സൂറത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അബൂലഹബിൻ്റെ 2 കൈകളും നശിക്കട്ടെ, അല്ല നശിച്ചിരിക്കുന്നു എന്ന് പറയുക. എന്നിട്ട് അതിന് കുറേ കാരണങ്ങൾ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ പഠിച്ചപ്പോൾ എന്താണ്? അബൂലഹബ് എന്ന് പറയുന്ന വ്യക്തി മുഹമ്മദ് നബിയുമായിട്ട് എപ്പോഴും ശത്രുതയായിരുന്നു. പുള്ളി പറയുന്നൊന്നും വിശ്വസിക്കില്ല, എപ്പോഴും ചോദ്യം ചെയ്യുക. അങ്ങനെ വന്ന് അവിടെ ഉണ്ടായിരുന്നൊരു മണി, ആ മണി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. ആ മണി മുഹമ്മദ് നബി അടിച്ചിട്ട് ആളെ കൂട്ടുന്നു. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ദുരുപയോഗം ചെയ്യുകയാണ്. മണി ഹൈജാക്ക്, എല്ലാം ഹൈജാക്കാണല്ലോ. അങ്ങനെ ആ മണി വരെ ഹൈജാക്ക് ചെയ്തപ്പോൾ അബൂലഹബിന് സഹിച്ചില്ല. അപ്പോൾ അബൂലഹബ് ചീത്ത പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം ഇതുപോലെ ശപിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. ആ ഒരു സംഭവത്തെ എടുത്തുകൊണ്ട് സത്യത്തിൽ അങ്ങനെയൊന്നും അല്ല, ആൾ പിന്നീട് തലയ്ക്ക് അടി കിട്ടിയിട്ടും കണ്ടാണ് ആളെ കൊല്ലുന്നത്. ഇതാണ് വേറെ ചരിത്രം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഖുർആൻ എല്ലാ കാലത്തേക്കുള്ളതാണ്, ഇത് മാർഗനിർദ്ദേശമാണ് എന്ന് പറയുമ്പോൾ ഒരാളെ ശപിക്കുന്ന ഒരു സൂറത്ത് ഉള്ള ഒരു ഖുർആൻ ഇതെങ്ങനെയാണ് ഒരു മാർഗനിർദ്ദേശമാവുന്നത്? ഇതിലെ മാർഗം എന്താണ്? ഈ നിർദ്ദേശമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന മാർഗം എന്താണെന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു. കൊല്ലം ഷാഫി എന്ന് പറയുന്ന പാട്ടുകാരനും അത് തന്നെയാണ് ചിന്തിച്ചത്. അപ്പോൾ ആൾ ചിന്തിക്കുന്ന കാര്യം ഓരോ വിശ്വാസിയുടെയും ഉള്ളിലേക്ക് വരാൻ സാധ്യതയുള്ള കാര്യമാണ്. ഈ പരിഭാഷ പഠിച്ചാലുള്ള ഒരു ഗുണമാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ, അങ്ങനെ സ്വയം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് ഇത് എല്ലാ കാലത്തേക്കുള്ളതല്ല. ഇത് അന്നത്തെ കാലത്ത് കാട്ടറബി ആയിട്ടുള്ള മുഹമ്മദ് അവിടെ ജീവിക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഉരുട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സാധനങ്ങൾ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാർ ഇതിങ്ങനെ എല്ലാ കാലത്തേക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഉന്തി തള്ളി നടക്കുമ്പോൾ അത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ അത് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. ബാക്കിയുള്ള സൂറത്തുകളെയും ഇതുപോലെ കാണാൻ നമുക്ക് സാധിക്കുന്നു. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ ഒരു സംശയം വരുന്ന ആ ആൾക്ക് അപ്രോച്ച് ചെയ്യാൻ മുസ്തഫ മൗലിയെ പോലെ ഉള്ള ഒരാളുണ്ടാകുന്നു. അവരവിടെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരിന് വേറെ അർത്ഥങ്ങൾ കൊടുക്കുന്നു. ആ അർത്ഥം ഞാൻ വായിച്ചിട്ടില്ല. എന്തായാലും അത് കൊല്ലം ഷാഫി കേട്ടപ്പോൾ കൊല്ലം ഷാഫിക്ക് വലിയ സമാധാനമായി എന്നാണ് പറയുന്നത്. വലിയ നല്ല കാര്യം. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു കാര്യം ഉറപ്പാണ്, കൊല്ലം ഷാഫി ഒരിക്കലും ഈ മുസ്തഫ മൗലവി പഠിപ്പിക്കുന്ന കാര്യം വെച്ചുകൊണ്ട് ഒരു തീവ്രവാദിയാകില്ല, ഒരു ബോംബോളിയാകില്ല എന്നത് 100% ഉറപ്പാണ്. കാരണം എന്താണ്? ആ രീതിയിലാണ് മുസ്തഫ മൗലവി ഇതിനെ മാറ്റിയെഴുതുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ഇസ്ലാം ശരിയാണ് എന്നും അങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ടായിരുന്നു എന്നും ഇതൊക്കെ ദൈവികമാണ് എന്നുള്ള ആ ഒരു സംഗതി, ആ ഒരു അന്ധവിശ്വാസം അതവിടെ നിലനിൽക്കും. ഇതാണ് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ്. അപ്പോൾ ഈ ചോദ്യം വരുന്നുവെന്നും അത് അഡ്രസ്സ് ചെയ്യാനുള്ള വഴികളായിക്കൊണ്ട് വിശ്വാസികൾ തന്നെ ഇങ്ങനെ ചെല്ലുന്ന വേദികളുണ്ടാകുന്നു എന്ന് വരുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് മതം പഠിപ്പിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ സംഹാര വേദികളൊക്കെ നടത്തി ഇതുപോലെ കുറേ കാലം നടന്നിരുന്ന ആളുകൾക്ക് പണിയില്ലാതെയാവുന്ന ഒരവസ്ഥയാണ് ഇവിടെ വരാൻ പോകുന്നത്.
അതാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. അത് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വിശ്വാസികൾ തന്നെ പരസ്പരം തിരുത്തുന്ന ആളുകളായിട്ട് മാറുന്ന കാഴ്ച, നിങ്ങൾ കുറച്ച് ഓവറാണ്, ഇത് ശരിയല്ല എന്ന് പറയുന്നു. അത് പറയാനുള്ള ധൈര്യം അവർക്ക് ലഭിക്കുന്നു എന്നതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ മുസ്തഫ മൗലവിയെ പോലെയുള്ള ആളുകൾ, ഈ കൊല്ലം ഷാഫിയെ എനിക്ക് പരിചയം, നമ്മൾ ക്ലബ് ഹൗസ് ഉണ്ടായിരുന്ന സമയത്ത് പലപ്പോഴും ആ ക്ലബ് ഹൗസ് ചർച്ചകളിൽ പലപ്പോഴും ഇദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് കുറേ കാലങ്ങൾക്ക് മുന്നെയാണ്. അപ്പോൾ നമ്മൾ അന്നേ ഒരു സംശയം, ഇദ്ദേഹം ശരിക്കും വിശ്വാസിയാണോ അതോ വിട്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എപ്പോഴും ഒരിക്കൽ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചതായിട്ടും എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. അത് അദ്ദേഹം തന്നെയാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്, കുറേ നാളുകൾക്ക് മുന്നെയാണ്. ഇപ്പോഴാണ് ഇത് വലിയൊരു സംഭവമായിട്ട് നമുക്കും മനസ്സിലാവാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹവും ഇതിൻ്റെ അന്വേഷണങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നൊരു വ്യക്തിയായിരുന്നു എന്ന് തിരിച്ചറിയുന്നത്, ആ ബാർബറ ബാലനെ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. അപ്പോൾ എന്തായാലും കൊല്ലം ഷാഫി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് നേരിട്ടിത് ചർച്ച ചെയ്യാം. താങ്കൾ പങ്കുവെച്ച ആ ഒരു ആശങ്ക, അത്തരത്തിലുള്ള ആശയങ്ങളും അത് വീണ്ടും കൂടുതൽ ചർച്ചയാക്കേണ്ട കാര്യമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമുക്ക് എപ്പോഴെങ്കിലും ഓൺലൈനായിട്ട് അത് ചെയ്യാൻ സാധിച്ചാൽ നന്നായിരിക്കുമെന്ന് ഞാനിവിടെ ഒന്ന് ആഗ്രഹിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ കണ്ടതിൻ്റെ ബാക്കി ചില കാര്യങ്ങൾ കൂടി നമുക്ക് കാണാം. അതിനു വേണ്ടിയിട്ട് ഇവിടെ എം അക്ബറുടെ ഒരു വീഡിയോ, അതിലൊരു ചെറിയ ഭാഗം നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ഒരു ചോദ്യമാണ്. ഇത് കണ്ടപ്പോൾ വലിയ തമാശ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആദ്യം നമ്മൾ കണ്ടത് എന്താണ്, വിശ്വാസികൾ തന്നെ വിശ്വാസികൾക്ക് മറുപടി കൊടുക്കുന്നു. അതായത് നിങ്ങൾ കുറച്ച് ഓവറാണ് എന്നുള്ള രീതിയിൽ, വിശ്വാസികൾ ഏത് രീതിയിലാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന രീതിയിൽ ഒരു സംഗതിയാണ് നമ്മളിവിടെ കണ്ടത്. ഇനി ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില വിശ്വാസികൾ ഇപ്പോൾ കൊല്ലം ഷാഫി പറഞ്ഞ പോലെ അല്ലെങ്കിൽ മുസ്തഫ മൗലവി പറഞ്ഞതുപോലെയുള്ള ചില വാദങ്ങൾ അത് പറയുമ്പോൾ അത് ഇസ്ലാമിക വിരുദ്ധമാണെന്നും അതല്ല ഇസ്ലാമെന്നും ഇസ്ലാം ശരിക്കും എന്താണ് എന്നും പറഞ്ഞു കൊടുത്തുകൊണ്ട് വേദിയിലേക്ക് വീണ്ടും കടന്നു വരുന്ന നമ്മളുടെ ഒറിജിനൽ വിശ്വാസികൾ, അതായത് നമ്മളുടെ എം അക്ബറിൻ്റെ ടീം, അതിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അപ്പോൾ ഇവിടെ ചോദ്യം ചോദിക്കുന്ന ആൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവ്വമത സത്യവാദിയെ പോലെ സംസാരിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ മുസ്തഫ മൗലവി, അതല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മളെ രാഹുൽ ഈശ്വറൊക്കെ ആയിട്ട് നടത്തിയ ആ ഒരു സംഭാഷണത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എല്ലാ മതത്തിലും നന്മയുണ്ട്, എല്ലാ മതത്തിലും തിന്മയുണ്ട്, ഇസ്ലാമിലും നന്മയുണ്ട്, ഇസ്ലാമിലും തിന്മയുണ്ട് എന്ന് പറയുന്ന ചില ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് എം അക്ബർ തന്നെ മറുപടി കൊടുക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. അത് വളരെ തമാശ നിറഞ്ഞൊരു സാധനമാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, ഏത് മതക്കാരനായാലും ദൈവത്തിൽ വിശ്വസിക്കണം, അന്ത്യദിനത്തിൽ വിശ്വസിക്കണം, നല്ല കർമ്മങ്ങൾ ചെയ്യണം. നല്ല കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യാഖ്യാനിക്കുക മാത്രം മനകർമ്മങ്ങളാണെന്നാണോ? അതല്ലാതെ ശരി, അള്ളാഹ് പറഞ്ഞത് എന്താണ്? അതിൻ്റെ മറുപടി കിട്ടാത്ത മാത്രമല്ല ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ആക്കി തീർക്കുകയും ചെയ്തു. മതം വേണോ മനുഷ്യന്? അതാണ് വിഷയം തന്നെ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് എനിക്കൊരു ഉത്തരം പറയാനുള്ളത് വേണം എന്ന് തന്നെയാണ്. എന്നാൽ ഇസ്ലാം തന്നെ വേണമെന്നുണ്ടോ? അതിൽ ഏതെങ്കിലും മതമായാൽ മതിയോ? ഇതാണ് എൻ്റെ ചോദ്യം. ഖുർആൻ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏത് മതമായാലും പ്രശ്നമല്ല എന്നാണ്. അത് ഞാൻ വായിച്ചു തരാം. സൂറത്ത് അൽ ബഖറയിലെ 62-ാമത്തെ ആയത്ത്. നിങ്ങൾ മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ജൂതനാകട്ടെ, സാബിയാകട്ടെ, ആരാകട്ടെ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ വിഷമിക്കേണ്ടിയവയല്ല, അവർക്കെല്ലാം സ്വർഗമുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അത് തന്നെയാണ് കരുതേണ്ടത്. അതുകൊണ്ട് എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് തന്നെ ആളുകളെ കൺവേർട്ട് ചെയ്ത് കൂട്ടണമെന്ന് ഈ ആയത്ത് കൊണ്ടെന്ന് വ്യക്തമാക്കി തരിക. ഒരു ഉപചോദ്യത്തിലൂടെ മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ബഹുമാനായ സഹോദരൻ, ഈ ആളുകൾ എങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും അത് നമുക്ക് കേൾക്കാം. അതിനു മുന്നേ ഇപ്പം ഇദ്ദേഹം പറഞ്ഞു, യഹൂദനായാലും ക്രിസ്ത്യാനിയായാലും ആരായാലും നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം എന്ന് പറയുമ്പോൾ ഇതിനുള്ള ഒരു ക്യുക്കായിട്ടുള്ളൊരു മറുപടി അത് നമുക്ക് മുജാഹിദ് ബാലുശ്ശേരി പറയും. ഏറ്റവും വലിയ ദുൽമ് ശിർക്കാണ്. ഏറ്റവും വലിയ ദുൽമ് വ്യഭിചാരമല്ല. ഏറ്റവും വലിയ ദുൽമ് സിനിമ കാണലല്ല. ഏറ്റവും വലിയ ദുൽമ് ആളക്കൊല്ലലല്ല. ഏറ്റവും വലിയ ദുൽമ് പലിശ കൊടുക്കല. അതൊക്കെ ദുൽമ. ഒന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. പക്ഷേ അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്തത്, അതായത് ഒരാള് മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറയും, മമ്പറമങ്ങളെ കാക്കണേ എന്ന് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്നെ രക്ഷിക്കണേ എന്ന് പറയും, അതായത് അവരോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല. പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. വാക്കുകൾ കട്ടുമുറിച്ച് ക്ലിപ്പിടുന്ന ഒരു സമ്പ്രദായം ഇന്ന് കേരളത്തിലുണ്ട്, പ്രത്യേകിച്ച് എന്റേത് കൂടുതലും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അതായത് ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫോർ എക്സാമ്പിൾ, അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല, ജീവിതത്തിൽ ഒരിക്കലും സുവർഗരതിയിൽ ഏർപ്പെട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും അയാള് പലിശ കൊടുത്തില്ല,
ഒരു തെറ്റും അയാൾ വേറെ ചെയ്തില്ല. എല്ലാവർക്കും നല്ല സേവനം ചെയ്തു. അയാൾ സ്വർഗത്തിലെത്തുവോ? ഇസ്ലാം പറയുന്നില്ല. എന്തുകൊണ്ട്? ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം. ഒരു മുസ്ലിം 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കും, എല്ലാ വർഷവും പോയിട്ട് ഉംറ ചെയ്തു. അയാളുടെ ജീവിതത്തിലെ ഒരു 20 വയസ്സ് മുതൽ 45 വരെ അയാൾ ജീവിച്ചു. 25 കൊല്ലം അയാൾ ഉംറ ചെയ്തു. എന്നിട്ട് അയാൾ മൊയ്തീൻ ഷേഖെ രക്ഷിക്കണമെന്ന് അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരിക്കൽ പോലും സ്വർഗത്തിന്റെ പരിമളം ഈ മനുഷ്യന് കിട്ടൂല. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന എന്റെ പ്രസംഗം കേൾക്കുന്നവരോട്, എങ്കിൽ ഇത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതല്ലേ? പ്ലാച്ചിമടയേക്കാൾ, എക്സ്പ്രസ് ഹൈവേയേക്കാൾ, കൊക്കക്കോളയേക്കാൾ ഈ വിഷയമല്ലേ ചർച്ച ചെയ്യേണ്ടത്? പെപ്സി കുടിച്ചതിന്റെ പേരിൽ നരകത്ത് പോയാ പള്ള കേടരും. അപ്പോൾ ഇതാണ് നമുക്ക് ക്യുക്കായിട്ടുള്ള ഉത്തരം. ഇനി ലോങ് ആയിട്ടുള്ള ഉത്തരം നമുക്ക് വേണമെങ്കിൽ കേൾക്കാം. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ ഇവിടെ ഇതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളതാണ്. അതായത് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും നന്മ ചെയ്താൽ മതി എന്നല്ല. നമ്മുടെ ആഴക്കടൽ ആയത്ത് നമ്മളെല്ലാവരും പറയാറുള്ളതാണ്, ഞാൻ മുങ്ങിപ്പോയ ആയത്ത്. അതിൽ പറയുന്നത് എന്താണ്? അതായത് സത്യനിഷേധികളുടെ സൽപ്രവൃത്തി, അവരുടെ നന്മകൾ അവർ ചെയ്യുന്നത് അത് അവർക്ക് ഗുണം ചെയ്യില്ല. അത് ആഴക്കടലിലെ ഇരുട്ട് പോലെയാണ്, അത് മരുഭൂമിയിലെ മരീചിക പോലെയാണ് എന്ന് പഠിപ്പിക്കുന്ന ആയത്താണത്. അതായത് അത് ഇരുട്ടുകൾ കൊണ്ട് മൂടിയ പോലെ, അത് അവരുടെ സ്വന്തം കൈ പോലും അവർക്ക് കാണാൻ കഴിയാത്ത അവസ്ഥയിൽ അത്രമാത്രം ഇരുട്ട്. ആ ഒരു ഉദാഹരണമൊക്കെ വെച്ചിട്ട് അവർ പറയുന്നത് എന്താണ്? ആ നന്മ അവർക്ക് ഉപകാരം ചെയ്യില്ല എന്ന് പഠിപ്പിക്കുന്നു. അതിൻ്റെ മലയാളം വേർഷനാണ് ഇപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ പറഞ്ഞു തന്നത്. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ എത്ര നന്മ ചെയ്താലും അയാൾ സ്വർഗത്തിൽ പോകില്ല എന്ന് പഠിപ്പിക്കുകയാണ്. ഇത് ഗുരുവായൂരപ്പൻ്റെ കാര്യം മാത്രമല്ല, മുസ്ലിം ആണെങ്കിൽ പോലും ഷിർക്ക് ചെയ്താൽ, അതായത് മുസ്ലിം ആയിരിക്കെ, മുസ്ലിം നാമധാരിയാണ്, അറബി നാമധാരി, അങ്ങനെ ഇരിക്കുന്ന ആൾ, അയാൾക്ക് നിസ്കാരമുണ്ട്, ഓത്തുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ എന്നിട്ട് മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്നു, നബിയോട് പ്രാർത്ഥിക്കുന്നു, മൗലൂദ് ചെല്ലുന്നു, അയാളും സ്വർഗത്തിൽ പോകില്ല. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെറുതെ ഒരു വിശ്വാസിയായ പോരാ, അള്ളാഹുവിൽ മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് കറക്റ്റ് ഫോളോ ചെയ്യണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇസ്ലാമിക ഒരു അധ്യാപനം ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലേക്ക് ഇതുപോലെയുള്ള ആളുകൾ വന്നിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇത് വിശ്വാസികളിലുള്ള ആളുകൾ ചോദിക്കുന്നു, വിശ്വാസത്തിന് പുറത്തുള്ള ആളുകൾ ചോദിക്കുന്നു, മറ്റു മതക്കാരായിട്ടുള്ള ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു. കാരണം ഇപ്പോൾ ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും അവരിങ്ങനെയൊന്നും പറയുന്നില്ല. ഉള്ള കാര്യം പറയണമല്ലോ, നിങ്ങൾ ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിച്ചു, നിങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്താൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരു നല്ലൊരു സ്പിരിച്വൽ സന്ദേശം വേണമെങ്കിൽ ഹിന്ദു മതത്തിലുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് സമ്മതിക്കാം. അതിൽ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ വിഷയം. പക്ഷേ ഇസ്ലാമിൽ അതുപോലുമില്ല എന്നതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അവിടെ ഒരു അപകടം തന്നെയാണത് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഇത് വരുമ്പോൾ നമ്മളുടെ എം അക്ബർ അതിന് തിരുത്തി കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇനി ഇവിടെ കാണാൻ കഴിയാം. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് കണ്ടു കളയാം, എങ്ങനെയാണ് എം അക്ബർ തിരുത്തുന്നത് എന്നുള്ളത്. ഓക്കെ, അള്ളാഹ് കൺവേർട്ട് ചെയ്ത് കൂട്ടണമെന്ന് ഈ ആയത്ത് കൊണ്ടെന്ന് വ്യക്തമാക്കി തരിക. ഒരു ഉപചോദ്യത്തിലൂടെ മറ്റു ചോദ്യത്തിലേക്ക് കടക്കാം. ജീവിതം മൊത്തത്തിൽ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് നയിക്കുന്നതിനാണ് മതം എന്ന് പറയാ. ആ മതത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 85-ാമത്തെ വചനം. ആരെങ്കിലും ഇസ്ലാം അല്ലാത്തതിനെ മതമായി സ്വീകരിക്കുന്ന പക്ഷം അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടില്ല, അത് അവർ നഷ്ടക്കാരിൽ ഉൾപ്പെടുകയും ചെയ്യും. അവിടെ ഇസ്ലാം അല്ലാത്തതിനെ മതമായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ സമർപ്പണം, പടച്ചവനുള്ള സമർപ്പണം, അതായിരിക്കണം നമ്മുടെ ജീവിത ദർശനം എന്നാണ്. അത് മുസ്ലിം ചെയ്താൽ, മുസ്ലിം പേരുള്ളവൻ ചെയ്താൽ അവന് രക്ഷ, ഹിന്ദു പേരുള്ളവൻ ചെയ്താൽ അവന് രക്ഷ, ക്രിസ്ത്യൻ പേരുള്ളവൻ ചെയ്താൽ അവന് രക്ഷ. ഇതാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട്. ഇവിടെ പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം 62-ാമത്തെ വചനത്തിലും, 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 62-ാമത്തെ വചനത്തിലും, അതേപോലെ തന്നെ 5-ാമത്തെ അധ്യായം സൂറത്തു മാഇദയിലെ 63-ാമത്തെ വചനത്തിലുമെല്ലാം പറഞ്ഞിട്ടുള്ള ഒരാശയമാണ് ഞാനീ പറയുന്ന പരിശുദ്ധ ഖുർആനിലെ വചനത്തിനെതിരെ എൻ്റെ സുഹൃത്ത് ഉന്നയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പലപ്പോഴും സർവ്വമത സത്യവാദികൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്. അവിടെ പരിശുദ്ധ ഖുർആൻ ഇന്നല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന വചനം, അവ മുഅ്മിനുകളാണെങ്കിലും നസാറാക്കളാണെങ്കിലും യഹൂദികളാണെങ്കിലും സാബികളാണെങ്കിലും
മൻ ആമന ബില്ലാഹി വബിൽ യൗമിൽ ആഖിറി. അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ വലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരിക്കലും ഒരു ഭയത്തിൻ്റെയും ആവശ്യമില്ല, അവർ രക്ഷപ്പെടുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ആശയം തന്നെയാണ്. അതാണ് ഇതിലെ പോയിന്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിച്ച ആൾ ഇത് തെറ്റിദ്ധരിച്ചതാണ്. ഇതാണ് നമുക്ക് പറയാനുള്ള ഉത്തരം. പക്ഷെ നമ്മൾ പറയുമ്പോൾ അതെന്താവും, നമ്മൾ മതം വിട്ട ആളുകൾ, നമ്മൾ അറബി അറിയാത്ത പാവം പാമരൻ, ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇത് പറയുമ്പോൾ വലിയ പ്രശ്നമാണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ പഠിച്ച് പറയാനൊക്കെ വലിയ ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ച് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ദൈവദൂതനെ പോലെ ഇങ്ങനെ എം എം അക്ബർ കടന്നു വന്നിട്ട് അയാൾക്ക് തിരുത്തി കൊടുക്കണേ. അപ്പോൾ ഈ ഖുർആൻ പറഞ്ഞതും അതുപോലെ എം എം അക്ബർ പറഞ്ഞതും ഒന്നാണ്. എന്തായാലും പറയുന്നത്, നിങ്ങൾ ഏത് മതത്തിലുള്ള ആളാണെങ്കിലും നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിലെത്തുമെന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നന്മ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ നന്മ നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല, അത് നിങ്ങളെ സ്വർഗത്തിലെത്തിക്കില്ല, നിങ്ങൾക്ക് ഹൂറികളെ കിട്ടില്ല, നിങ്ങളുടെ ലിംഗം ഒടിയാത്ത ലിംഗമായി മാറില്ല. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വളരെ കൃത്യമായിട്ട്. ഇത്ര കൃത്യമാണ് ഇസ്ലാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലണം. നിങ്ങൾ ഇപ്പോൾ ഇന്നലെ വരെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്ന ആളാണെങ്കിലും ശരി, ഇന്ന് നിങ്ങൾ ആ വിളി നിർത്തിയിട്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. വേറെ ദൈവമൊന്നും ഇല്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ആ വിശ്വാസത്തോടു കൂടി നിങ്ങൾ നന്മ ചെയ്യണം. ആ നന്മ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഹൂറികളെ കിട്ടാൻ വേണ്ടിയാണ്, ഒടിയാത്ത ലിംഗത്തിന് വേണ്ടിയാണ് എന്ന ചിന്ത നിങ്ങൾക്ക് വരണം. എന്നിട്ട് നിങ്ങളത് നിയ്യത്തോടു കൂടി ചെയ്താൽ, ആ നിയ്യത്തോടു കൂടി ചെയ്താൽ നിങ്ങൾക്കതിന് ഗുണവും കിട്ടും. ഇന്നമൽ അമാലു ബിന്നിയാത്ത്, ഏത് സൽക്കർമ്മങ്ങൾക്കും അതിന് മുന്നേ ഒരു നിയ്യത്ത് വേണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ച. ഇതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ മുസ്ലിം ആവണം എന്നാണ് ഇതിൻ്റെ പച്ചമലയാളത്തിൽ ഒറ്റ വാക്കിലുള്ള ഉത്തരം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കൊരു സാധനം വളഞ്ഞു മൂക്ക് പിടിക്കാം, നേരെയും പിടിക്കാം. ഇത് ഇങ്ങനെ ഖുർആൻ എഴുതി വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞ മൂക്ക് പിടുത്താണ്. ഇത് നേരെ പിടിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങൾ ഓക്കെ, നിങ്ങൾ സാബി ആയിക്കോട്ടെ, യഹൂദനായിക്കോട്ടെ, നസ്രാണി ആയിക്കോട്ടെ, ആരായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കലിമയിലേക്കോ, നിങ്ങൾക്ക് സ്വർഗം കിട്ടും, ഹൂറികളെ കിട്ടും, ഒടിയാത്ത ലിംഗം കിട്ടും. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് അതിൻ്റെ നേരെയുള്ള ആ ഒരു അർത്ഥം. ഇതങ്ങനെ പറയുമ്പോൾ ഒരു ഗുമ്മില്ലാത്തതുകൊണ്ട് ഒന്ന് വളച്ചു കെട്ടിയൊക്കെ പറയും. ഇത്രയേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അറബി വേണമെന്നൊക്കെ നമ്മൾ പറയും. ഇത് വേറൊരു കാര്യം, ഇതിങ്ങനെ വളച്ചുകെട്ടി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മുസഫ മൗലവി പോലുള്ള ആളുകൾക്ക് ഇത് ഇങ്ങനെ വളച്ചൊടിച്ച് അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോയി ഇത് സർവ്വമത സത്യവാദമാക്കി മാറ്റാനൊക്കെ അവർക്ക് സാധിച്ചത്. അതിന് എതിരും കൂടിയാണ് എന്നും കൂടി ഇദ്ദേഹം പറഞ്ഞു വെച്ചത് നിങ്ങൾ കേട്ട് കാണും. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇതൊക്കെയാണ് നമുക്ക് എതിരായിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതിന് ഈ സർവ്വമത സത്യവാദികളൊക്കെ വന്നിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് എന്ന് ഇദ്ദേഹം പറഞ്ഞു. പക്ഷേ സത്യത്തിൽ ഞാൻ പറഞ്ഞതും ഖുർആൻ പറഞ്ഞ ഒന്ന് തന്നെയാണെന്ന് ആൾ പറഞ്ഞിട്ട് ബാക്കി കൂടി പറയണത് നമുക്ക് കേൾക്കാം. പിന്നെ ഈ എം എം അക്ബറിൻ്റെ ഒരു രീതി, അക്കാര്യത്തിൽ നമ്മൾ ആനമയിലൊട്ടകം ടീമുമായിട്ട് അവരെ നമ്മൾ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അവർ ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഇവരങ്ങനെയല്ല. ഈ ചങ്ങാതി ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കോപ്പിറൈറ്റൊക്കെ അടുപ്പിച്ച് ഇത് റിമൂവ് ചെയ്യിക്കും. ഇതാണ് മൂപ്പരെ സ്ഥിരം പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഉത്തരം മുട്ടുമ്പോൾ നമ്മളുടെ കാക്കാമാരുടെ സ്ഥിരം പരിപാടികളാണ് ഈ റിപ്പോർട്ടടി ജിഹാദ്, ഈ കോപ്പിറൈറ്റ് ജിഹാദ്, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അതും ഇവിടെ പ്രതീക്ഷിക്കാമെന്നും കൂടി പറഞ്ഞുകൊണ്ട് ബാക്കി കൂടി കേൾക്കാം. പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആലോചിക്കാം. അഥവാ ആർക്കും എന്തും എങ്ങനെയും ജീവിക്കാമെന്നല്ല, എവിടെ നോക്കിയും ജീവിക്കാമെന്നല്ല, മറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, പടച്ചവന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന ഈ ആദർശം ഇസ്ലാമാണ്. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 19-ാമത്തെ വചനം. അപ്പൊ പടച്ചവന്റെ അടുത്തേക്കുള്ള ഇസ്ലാം എന്ന് പറയുന്നത് എന്താ? ഈ സമർപ്പണമാണ്. ആ സമർപ്പണം ഞാൻ മുസ്ലിം ആയ മുഹമ്മദ് അക്ബർ, മുസ്ലിം പേരുള്ള ഇയാൾ അത് അനുഷ്ഠിച്ചാൽ, ആ സമർപ്പണം അനുസരിച്ച് സമർപ്പിച്ചാൽ എൻ്റെ ജീവിതത്തെ എല്ലാ രംഗത്തെയും പടച്ചവന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ എനിക്ക് ഭയപ്പെടാനൊന്നുമില്ല. എൻ്റെ സുഹൃത്ത് ജോസഫ് ക്രിസ്ത്യാനി, അയാളുടെ പേര് ക്രിസ്ത്യാനിയാണ്. അയാൾ ജനിച്ചത് ആ ക്രിസ്തു മത സമൂഹത്തിലാണ്. പക്ഷെ അയാൾ സന്നദ്ധമാക്കുകയാണ്. അയാളുടെ ജീവിതത്തെ പൂർണ്ണമായും ദൈവിക മാർഗനിർദ്ദേശം അനുധാവനം ചെയ്തുകൊണ്ടാണെങ്കിൽ അതിൽ അയാൾക്ക് ഭയപ്പെടാനില്ല. അതേത് മതത്തിൽ ജനിച്ചവനാണെങ്കിലും. ഈ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടി പറഞ്ഞാൽ കാര്യം വ്യക്തമാകും. അത് എന്തായാലും കേൾക്കണം കേട്ടോ, ഈ പശ്ചാത്തലം. അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി. അതായത് ഞാൻ ഇതിൻ്റെ സ്പോയിലർ ആവുന്നില്ല, പക്ഷേ നിങ്ങളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം.
യഹൂദർ എന്തു പറഞ്ഞു, ക്രിസ്ത്യാനി എന്തു പറഞ്ഞു, അപ്പോൾ അതിനേക്കാൾ മുകളിൽ ഒരു സാധനം നമ്മളുടെ കാക്കാമാർ പറയുന്നു. അത്രേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷേ ഇതെന്തോ വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഒന്ന് കേട്ടോ. ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്ന പശ്ചാത്തലം മദീനയിലെ യഹൂദന്മാർക്ക്, ലോകത്തെങ്ങുമുള്ള യഹൂദന്മാർക്കുള്ളതുപോലെ തന്നെ ഒരു വാദമുണ്ട്. അതെന്താണ്? ഇസ്രായേൽ തറവാട്ടിൽ ജനിച്ചവരാണ് അള്ളാഹുവിന്റെ പ്രത്യേകക്കാർ. പഠിച്ചവൻ സെലക്ട് ചെയ്ത ആളുകളാണ് അവർ മാത്രമാണ് സ്വർഗലോകത്തിന് അർഹരാകുന്ന ആളുകൾ. രക്ഷപ്പെടുന്നത് അവരാണ്. അവർ അള്ളാഹുവിന്റെ ചൂസൺ പീപ്പിൾ. എപ്പോഴും കണ്ടില്ലേ, ഇസ്രായേൽ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് അവിടെയുള്ള ഫലസ്തീനികളോട് വളരെ മനുഷ്യരല്ലാത്ത രൂപത്തിൽ പെരുമാറുന്നത് ചോദിച്ചാൽ, ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന അഹങ്കാരമാണ് അതിന്റെ അടിത്തറ. ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇസ്രായേലിൽ ജീവിക്കുന്ന പലസ്തീനികൾ, പലസ്തീനിൽ നിന്നും അവിടെ കുടിയേറ്റം ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. നേരിട്ട് എനിക്ക് ബന്ധമുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒരു അപ്പാർട്ടൈഡ് അതിൻ്റെ പേരിൽ അവർ നേരിടുന്നില്ല. ഇസ്രായേലി പാർലമെൻറ്റിലടക്കം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വരെ ഉണ്ട്, ഇതിൻ്റെ ഡിസെൻഡൻസ് ആയിട്ട് വന്നിട്ടുള്ള ആളുകൾ. പിന്നെ അതുകൂടാതെ അവിടെ ജോലിയെടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. സത്യത്തിൽ ഇസ്രായേലിന് പണി കൊടുത്തത് ഈ കാക്കാമാർ അവിടെ ചെന്നിട്ട്, ഇസ്രായേലിലേക്ക് ചെന്നിട്ട് പലസ്തീനികൾ അവർ ഇൻസൈഡറായി നിന്നിട്ട് ഈ തീവ്രവാദികൾക്ക് കോപ്പ് കൂട്ടിക്കൊടുത്ത് ആ ഒക്ടോബർ 7 നടന്ന സംഭവത്തിനടക്കം വേദി ഒരുക്കിയത് ഇങ്ങനെ ഇവിടുന്ന് കയറി ചെന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവാസ്തവം പറയരുത്. മാത്രമല്ല, ഈ പറഞ്ഞത് പച്ച നുണയാണ് എന്നും കൂടി ഒന്നും ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്രായേലികളായിട്ടുള്ള ആളുകൾ ഈ പലസ്തീനികളായിട്ടുള്ള ആളുകളോട് അങ്ങനെ ഒരു വിവേചനം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടി അതുള്ളതല്ല. ഇനി അതുണ്ടെന്ന് നിങ്ങൾ സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നുണ്ട്, അതിനുള്ള തെളിവുകളായിട്ട് വരിക എന്ന് എനിക്ക് പറയാനുള്ളൂ. ആ അഹങ്കാരം അവർ പറഞ്ഞിരുന്നത്, അവർ ജനിച്ചത് ക്രിസ്ത്യാനി യഹൂദനായിട്ടാണെങ്കിൽ അവർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്നതാണ്. ഇതേപോലെ തന്നെ ക്രൈസ്തവർക്കിടയിലും അവർ രക്ഷ നിർണയിക്കുന്നത് ജനനപാട്, അല്ലെങ്കിൽ ആ പാപത്തോടു കൂടിയാണ് മനുഷ്യരെല്ലാം ജനിക്കുന്നത് എന്നും ആ പാപരഹിതമാകണമെങ്കിൽ കേവലം മാമോദിസ മതി എന്നുമുള്ള ഒരു ചിന്ത, ഇതെന്നുമുള്ളതാണ് ജ്ഞാനസ്നാനം എന്ന് പറയും. ആ ജ്ഞാനസ്നാനം കഴിഞ്ഞാൽ പാപമോചിതനാവുകയും പൂർണ്ണമായി ശുദ്ധനാവുകയും ചെയ്യും. അങ്ങനെയാണ് ഒരാൾക്ക് വിമോചനം ലഭിക്കുക എന്നുള്ള ചിന്ത. ഇവിടെയാണ് പരിശുദ്ധ ഖുർആൻ അത് തിരുത്തുന്നത്. ഇതൊന്നുമല്ല ശരി, മറിച്ച് നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നതല്ല. പ്രവാചകന്റെ അനുയായിയായി സഹാബിയാണ് എന്നതുകൊണ്ടോ, അതല്ലെങ്കിൽ ഖുർആന്റെ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്, അതേപോലെ തന്നെ മുസ്ലിം പേരുണ്ട് എന്നതുകൊണ്ടോ, അതല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും പേരാണ് എന്നതുകൊണ്ടോ ആരുടെയും രക്ഷയും ശിക്ഷയും തീരുമാനിക്കപ്പെടില്ല. മറിച്ച് അവർ അള്ളാഹുവിൽ വിശ്വസിക്കണം. ആണെന്റെ സുഹൃത്ത് ഉദ്ധരിച്ച ആയത്തിലുള്ള ഒന്നാമത്തെ കണ്ടീഷൻ. അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതോ ഒരു അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസമാണോ? പടച്ചവനായി മനസ്സിലാക്കാൻ കഴിയണം. ഇതാണ് നമ്മൾ പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഇസ്ലാം എന്ന് പറയുന്നത്. അതായത് ഏതോ ഒരു ദൈവം, ഏതോ ഒരു പ്രപഞ്ചശക്തി, അങ്ങനെയൊന്നും വിചാരിച്ചാൽ പോരാ. കൃത്യമായിട്ട് നിങ്ങൾ പറയണം, ഇത് അള്ളാഹുവാണ് പ്രപഞ്ച സൃഷ്ടാവ്, ഇത് വേറെ ദൈവമൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ ദൈവം. ഇങ്ങനെ തന്നെ വിശ്വസിക്കണം. അല്ലാതെ അതിലും വിശ്വസിക്കാം, ഇതിലും വിശ്വസിക്കാം, അങ്ങനെയൊന്നും ഒരു പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കാം, ഇതൊന്നും ഇസ്ലാമിൽ പറ്റില്ല. നിങ്ങൾ അള്ളാഹു ആ ഒരു വാക്ക് തന്നെ ഉപയോഗിച്ചിട്ട് അവിടെ കാര്യങ്ങൾ നടക്കണം. അവിടെ ബ്രഹ്മാവാകാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശിർക്ക് ചെയ്തു. ബ്രഹ്മാവും അള്ളാഹു ഒന്നാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ശിർക്ക് ചെയ്തു. കാരണം എന്താണ്? ബ്രഹ്മാവിനെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടില്ല, ഖുർആനിലില്ല. അപ്പോൾ അത് ഖുർആന് വിരുദ്ധമാണ്, ഖുർആനിലില്ലാത്തൊരു സാധനമാണ്. വേറൊരു ദൈവത്തിൻ്റെ പേര് പോലും 99 നാമമുണ്ട്, ആ നാമത്തിന് അപ്പുറത്തേക്കൊരു നാമം പോലും പാടില്ല എന്ന് പറയുമ്പോൾ അതിലെവിടെ ബ്രഹ്മാവ്? അതിലെവിടെ വേറെ എന്താണ് സിയൂസ്? എവിടെ അഹുറ മസ്ദ? എവിടെ? ഇതൊന്നും നിങ്ങൾക്ക് ചേർക്കാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയാം, അല്ലെങ്കിൽ മറ്റുള്ള ഏത് അക്ബർ എന്ന് വേണമെങ്കിലും പറയാം. അതിനപ്പുറത്തേക്ക് 99 നാമത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു അഹുറ മസ്ദ അക്ബർ എന്നോ അല്ലെങ്കിൽ ഒരു ബ്രഹ്മാവ് അക്ബർ എന്നോ പറയാൻ കഴിയില്ല. അപ്പോൾ ഈ തരത്തിൽ എല്ലാ ദൈവവും ഇതൊക്കെ ഒന്ന് തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെയാണ്, ഓരോ ഭാഷയിൽ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നള്ളിച്ച് നടക്കുന്ന എല്ലാ ആളുകളും, അത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളടക്കം, അവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ എം അക്ബർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അവസാനമായിട്ട് നമുക്കിവിടെ ഒരു നിലവിളിയും കൂടിയാണ് ഇവിടെ പരിശോധിക്കാനുള്ളത്. അതായത് വിശ്വാസികൾ തന്നെ വിശ്വാസികളെ ഇതുപോലെ പഞ്ഞിക്കിടുകയും അവരെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണല്ലോ നമ്മൾ ഇന്നത്തെ ഈ ഒരു സംഹാരം, ഇസ്ലാമിക സംഹാരം, ആ സ്നേഹസംഹാരം, അതിൻ്റെ അവസാനത്തെ ഒരു ചിത്രം, അതാണ് നമുക്കിവിടെ കാണാനുള്ളത്. അപ്പോൾ അതിലേക്ക് കടന്നു വരുന്നത് നമ്മളുടെ ഫക്രുദ്ദീൻ പന്താവൂർ.
ഇദ്ദേഹം ഒരു നമുക്ക് പരിചയമുള്ള ആളാണ്. നമ്മളുടെ വീഡിയോയിൽ പലപ്പോഴും നമ്മൾ ഇദ്ദേഹത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ഇസ്ലാമിനകത്തുള്ള വിഷയങ്ങളൊക്കെ എടുത്തു വെച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു മാന്യനായിട്ടുള്ളൊരു വ്യക്തി. ഞാൻ മോശമൊന്നും പറയുന്നില്ല. പക്ഷേ പലപ്പോഴും ഭയങ്കര വികാരം കൊണ്ട് നമ്മളെയൊക്കെ വലിയ മോശമായിട്ടൊക്കെ ചിത്രീകരിക്കാൻ പലപ്പോഴും വിസിൽ ബ്ലോയിങ് അടക്കം, ഈ ഡോഗ് വിസിലിംഗ് അടക്കം നടത്തുന്ന ഒരാളാണ്. എന്തായാലും പോട്ടെ, അദ്ദേഹത്തിൻ്റെ പണി ആൾ ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും ഇദ്ദേഹം ഈ മതത്തിനകത്ത് കാണുന്ന ഒരു വിഷയം, അതിലെ ഒരു ശരികേട്, അത് ആൾ കോൾ ഔട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പേരിൽ ഇദ്ദേഹത്തോട് നമുക്കൊരു എന്താ പറയുക, ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുകയാണ്. അത് പറഞ്ഞല്ലോ, വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കണമെന്ന് ഒരു ചൂണ്ടിക്കാട്ടൽ ഇദ്ദേഹം അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു കളയാം. അതിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഓക്കെ. പെണ്ണിനെ ഹബീബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നുകൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം. ഈ കാലഘട്ടത്തിന്റെ ശരിയായ തെണ്ടികളിൽ ഒരാളാണ് നൗഷാദ് എന്ന തലേക്കെട്ടുകാരൻ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. പുതിയൊരു നിബിദിന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പെണ്ണിനെ ഹബീബ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടല്ലോ. നൗഷാദ് ഹസനി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ മുഹമ്മദ് നബിയുടെ ഓരോ കാര്യങ്ങൾ പറയാണ്. മുഹമ്മദ് നബിയുടെ ഏത് കാര്യം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും ആർക്കായാലും തെണ്ടിന്ന് വിളിക്കാൻ തോന്നും. ഇതാണ് നമ്മളെപ്പോഴും പറയാം. ഈ വിഷയം നൗഷാദ് ഹസനി പറഞ്ഞ കാര്യം ഇത് ഇസ്ലാമിലുള്ളതാണ്. ഇത് അറിയുന്ന ആളുകളാണ് ഇവിടുത്തെ പല എക്സ് മുസ്ലിങ്ങളും. അതുകൊണ്ടാണല്ലോ നമ്മൾ മുഹമ്മദ് നബിയെ പലപ്പോഴും ഒരു തെണ്ടി എന്ന പേര് പറഞ്ഞില്ലെങ്കിൽ പോലും തെണ്ടിത്തരമാണ് കാണിച്ചത് എന്ന് നമ്മൾ പറയുന്നത്. തെണ്ടിത്തരം കാണിക്കുന്ന ആളുകൾ നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചേക്കാം, നമ്മളേതായാലും അത് വിളിക്കാറില്ല. തെണ്ടിത്തരമാണ് കാണിച്ചത് എന്ന് നമ്മൾ പറയാറുള്ളൂ. അപ്പോൾ അങ്ങനെ മുഹമ്മദ് നബി കാണിച്ചൊരു തെണ്ടിത്തരം, അത് ഒരു മദ്ഹായിക്കൊണ്ട്, മുഹമ്മദ് നബിയുടെ ഒരു പ്രത്യേകതയായിക്കൊണ്ട്, മുഹമ്മദ് നബിയുടെ ചില പ്രത്യേകതകൾ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് ഇതാർക്കായാലും കേൾക്കുമ്പോൾ തെണ്ടിത്തരമായിട്ട് തോന്നുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ അനിൽ മുഹമ്മദിനും അതൊരു തെണ്ടിത്തരമായിട്ട് തോന്നി. പുള്ളി അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇത് പറഞ്ഞ ആളെ തെണ്ടി എന്ന് വിളിക്കുകയാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. സത്യത്തിൽ തെണ്ടിത്തരം ചെയ്ത ആളെയല്ലേ നമ്മൾ തെണ്ടിയെന്ന് വിളിക്കേണ്ടത്? അത് ചൂണ്ടിക്കാണിച്ച ആളെയാണോ? അതായത് ഒരു കളവ് ഒരാൾ ചെയ്യുന്നു, അത് ചൂണ്ടിക്കാണിക്കുന്നു, അയാളെ പിടിക്കുന്നു. അപ്പോൾ ആരെയാണ് നമ്മൾ കള്ളാന്ന് വിളിക്കുക? കളവ് ചെയ്ത ആളെയാണോ, അതോ ആ കളവ് ചൂണ്ടിക്കാണിച്ച ആളെയാണോ നമ്മൾ കള്ളൻ എന്ന് വിളിക്കുക? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ സംഭവിച്ചത് എന്താണ്? അനിൽ മുഹമ്മദ് നബി ചെയ്ത കാര്യം ചൂണ്ടിക്കാണിച്ച ആളെ കയറി തെണ്ടിന്ന് വിളിക്കുന്നു. മുഹമ്മദ് നബി കാണിച്ച തെണ്ടിത്തരത്തെ ഒന്നും പറയുന്നുമില്ല. ഇതാണ് അവസ്ഥ. നമ്മൾ പറയുന്നത് അതല്ല ശരി, ഇത് നമ്മൾ പറയണം. അപ്പോൾ എന്തായാലും ഈ ഫക്രുദ്ദീൻ എന്താ ചെയ്യുന്നത്? ഫക്രുദ്ദീൻ്റെ കാര്യമാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. പുള്ളിയുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട്, പരിതാപകര അവസ്ഥ കണ്ടിട്ട് വിഷമം തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പുള്ളി ചില ഉദാഹരണങ്ങളൊക്കെ അവസാനം വെക്കുന്നുണ്ട്. മുഹമ്മദ് നബിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറയാം, എന്തിനാണ് ഇതുപോലുള്ള സാധനങ്ങൾ പറയുന്നത് എൻ്റെ പൊന്നു ഉസ്താദെ എന്ന് ഉസ്താദിനോട് ചോദിക്കുന്നു. അതുകൂടാതെ ഇനി അങ്ങനെ ഉസ്താദ് പറഞ്ഞാൽ ഉസ്താദിനെ തെണ്ടിന്നൊക്കെ വിളിക്കാമോ, നമ്മളൊക്കെ ഇനി കാണേണ്ടതല്ലേ എന്ന് അനിൽ മുഹമ്മദിനെ അവിടെ വിമർശിക്കുന്നു. ഇത് രണ്ടും ചെയ്യുന്നതാരാണ്? ഫക്രുദ്ദീൻ എന്ന് പറയുന്ന മറ്റൊരു ഈ തെണ്ടിത്തരം ചെയ്ത ആളുടെ അനുയായി എന്ന് വെച്ചാൽ മറ്റൊരു മുസ്ലിം. ഇതാണ് നമ്മൾ കാണുന്നത്. ഇത് വലിയൊരു വിഷമാവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. കഷ്ടം തോന്നി. ഇതാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അപ്പം പറയാം. ഓക്കെ. തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നുകൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം. ഈ കാലഘട്ടത്തിന്റെ ശരിയായ തെണ്ടികളിൽ ഒരാളാണ് നൗഷാദ് എന്ന തലേക്കെട്ടുകാരൻ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. പുതിയൊരു നിബിദിന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനൊരു വീഡിയോ കണ്ടു. വീഡിയോ കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി. എവിടേക്കാണ് നമ്മുടെ നേതൃത്വവും അല്ലെങ്കിൽ നമ്മുടെ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകളും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ചെന്നെത്തുന്നൊരു കാണുന്ന ഒരു വേദന. ഒരു ഉസ്താദിന്റെ ഒരു പ്രഭാഷണം, ഹബീബായ നബിയെ കുറിച്ചിട്ട് നല്ലത് പറയാണെന്ന് ധരിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ പറയുന്നത് മുഴുവനും ഇസ്ലാമിനെ വികലപ്പെടുത്താനും അല്ലെങ്കിൽ ഹബീബായ നബിയെ കുറിച്ചിട്ട് മോശമായിട്ട് മറ്റുള്ള സമുദായങ്ങൾ നമ്മളടക്കം കരുതുന്ന രീതിയിലേക്കൊക്കെയാണ് പ്രഭാഷണം. നോട്ട് ദ പോയിന്റ്. നമ്മളടക്കം മുഹമ്മദ് നബിയെക്കുറിച്ച് യഥാർത്ഥ കാര്യങ്ങൾ, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പലതും അറിഞ്ഞു കഴിഞ്ഞാൽ ആരായാലും മോശം വിചാരിക്കും. ഇതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. ഇത് അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം കുട്ടിക്കാലം മുതൽ നിങ്ങൾ അവിടെ നേരിടുന്നു. അതായത് മദ്രസകളിൽ വെള്ളപൂശ ഇസ്ലാം ഒരു ഉദാഹരണം നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. ഈ മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുന്നേ മക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കും മുഹമ്മദ് നബി കൊടിയ പീഡനമാണ് നേരിട്ടിരുന്നത് എന്ന് പറയുന്ന ഒരു കഥ നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ നമ്മൾ ചോദിക്കും, ഓക്കെ അത് ശരി, വലിയ പീഡനമായിരുന്നല്ലേ, എന്താണ് ആ പീഡനത്തിനൊരു ഉദാഹരണം എന്ന് ചോദിക്കുമ്പോൾ
ഇവർ പറയുന്ന ഒരുപാട് ഉദാഹരണങ്ങളുള്ളതിൽ വലിയൊരു ഉദാഹരണമാണ് ഏറ്റവും കൊടിയത്, ഏറ്റവും പ്രശ്നം ആയിട്ട് അവർ അനുഭവിക്കുന്ന ഒരു സാധനം. അത് മുഹമ്മദ് നബി ഇങ്ങനെ സുജൂദിൽ കിടക്കുമ്പോൾ ഇങ്ങനെ മൂക്കുകുത്തി മറ്റേ മൂട് പൊക്കി കാണിക്കുന്ന സമയത്ത് പുറത്ത് ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്നിട്ടു. ഇതാണ് ഏറ്റവും വലിയ ഒരു പീഡനമായിട്ട് പറയുന്നത്. ഈ കുടൽമാലയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുടൽമാല മാറ്റാൻ കഴിയാതെ മുഹമ്മദ് നബി ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ അലറി വിളിച്ച് നിലവിളിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ആൾ ഓടി വരുന്നു. ആ ഓടി വന്നിട്ട് അത് കഷ്ടപ്പെട്ടെടുത്ത് മാറ്റുന്നു. ഇതാണ് സംഭവിച്ചത്. അങ്ങനെ മുഹമ്മദ് നബി കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. ആരാണ് ഓടി വന്നതെന്ന് അറിയണ്ടേ? ആജാനുബാഹുവായ ഫാത്തിമയാണ് ഓടി വന്നത്. ഫാത്തിമയ്ക്ക് അന്നത്തെ വയസ്സ് 4 വയസ്സാണ്. അതായത് 4 വയസ്സുകാരിയായ ഒരു പിഞ്ച് പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ ചെറു വിരലുകൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു ലേശം ഇച്ചിരി കുടൽ, അതിനെയാണ് ഈ കുടൽ മാല കൊണ്ടുവന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ഈ ഡെക്കറേഷനൊക്കെ ഇട്ട് അങ്ങ് വലിയ സംഭവമായിട്ട് മാറ്റി കൊടിയ പീഡനമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇതാണ് സംഭവം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇത്ര വലിയ പീഡനമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറയാൻ തുടങ്ങിയപ്പോൾ ഇവർ തന്നെ സമ്മതിക്കുന്ന ഒരു വീഡിയോ ഇതിന് മുന്നേ നമ്മൾ റിലീസ് ചെയ്തതാണ്. അതായത് നമ്മൾ ആനമയിലൊട്ടകം ടീം കാര്യമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പറയാണ്, സത്യത്തിൽ മുഹമ്മദ് നബി അന്ന് മക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് അത്ര വലിയ പീഡനമൊന്നും നേരിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതൊരു ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ആനമയിലൊട്ടകം ടീം പറയുന്നത് പോലെ നിങ്ങൾ കേട്ടു. ഇതാണ് സത്യാവസ്ഥ. അത്ര വലിയ പീഡനമൊന്നും അവിടെ ആരും ചെയ്തിട്ടില്ല. മുഹമ്മദ് നബിയെ ജീവിക്കാൻ അനുവദിക്കുകയാണ്. നീ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ, ഞങ്ങളുടെ ദൈവങ്ങളെ വെറുതെ വിട്, ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് ജീവിച്ചോളാം, സ്വർഗത്തിലോ നരകത്തിലോ എവിടെ വേണേൽ ഞങ്ങൾ പൊക്കോളാം, നീ ഒന്ന് വിട്ടു പോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു ആ മക്കയിലുണ്ടായിരുന്ന ആളുകൾ. അല്ലാതെ ഇവർ പിന്നാലെ നടന്നിട്ടൊന്നുമില്ല, കൊള്ളയടിക്കാൻ പോയിട്ടില്ല. എന്നാൽ മുഹമ്മദ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? മുഹമ്മദ് തരം കിട്ടുമ്പോഴെല്ലാം ഇവരെ കൊള്ളയടിക്കുകയും ഇവരെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് പദ്ധതി ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന പണി ഇതാണ് ചെയ്തത്. ഇതാണ് അവിടെ നടന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള പല കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ കൊടൽമാല ഇട്ടു എന്ന് പറയുന്ന ആളെ എന്താ ലാസ്റ്റ് ചെയ്തത്? ബദർ കൊള്ള നടക്കുമ്പോൾ അതിൽ വെച്ച് പിടിച്ചിട്ട് അയാളെ വെട്ടിക്കൊല്ലുന്ന ഒരു കാഴ്ച. എന്നിട്ട് അരിശം തീരാതെ തല വെട്ടിയെടുത്ത് അതിലേക്ക് തുപ്പി അയാളെ ശപിച്ച് എന്നിട്ട് കിണറ്റിലേക്ക് ഇടുന്ന കാഴ്ച. ഇതാണ് അവിടെ നടക്കുന്നത്. ഇതിനെക്കുറിച്ച് ഉസ്താദുമാർ തന്നെ പ്രസംഗിക്കുന്നത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കേൾപ്പിക്കാം. ഇതാണ് അവിടെ നടക്കുന്നത്. ഇത് മദ്രസയിൽ ഒരാൾ പഠിപ്പിക്കില്ല, ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ വെച്ചുകൊണ്ട് മദ്രസയിൽ നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പിന്നീട് നിങ്ങൾ കേൾക്കാൻ സാധ്യത വരുമ്പോൾ ഇത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഒരു കാരണം കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഓരോന്നോരോന്നായിട്ട് ചാടുമ്പോൾ ആരായാലും തെണ്ടീന്നും ഒക്കെ വിളിച്ചു പോകും, തെണ്ടിത്തരമെന്ന് പറഞ്ഞു പോകും. മതത്തെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള ചില ധാരണകളൊക്കെ വന്നുപെടും. ഇത് സ്വാഭാവികമാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി ഇദ്ദേഹം പറഞ്ഞ് കേൾക്കാം. പോകുന്നത് മദ്ഹ് പറയുകയാണെന്ന് വെച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു, ഡോക്ടർ അനിൽ മുഹമ്മദിന്റെ വീഡിയോ. ഈ തലപ്പാവുധാരിയെ തെണ്ടി എന്നും തെമ്മാടി എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള നഊദുബില്ല ഈ വിവാദമായ നൗഷാദ് അക്സനി എന്ന് പേരുള്ള പേരും പ്രാഗൽഭ്യവും പാണ്ഡിത്യവും ഇതെല്ലാം ഉള്ള ഒരു ഉസ്താദ് തന്നെയാണ് ഈ പ്രസംഗിച്ചത്. ഏതായാലും എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പ്രേക്ഷകരായ നിങ്ങളുടെ അവസ്ഥ എനിക്കറിയില്ല. ബോധമുള്ള ഒരു മനുഷ്യനിക്കും ഈ പറയുന്ന കാര്യം ഒരു വിശ്വാസിയായിട്ട് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഒന്ന് കേട്ടു നോക്ക്. പെണ്ണിനെ ഹബീബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നുകൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം. ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ്. പറ്റില്ല. നമ്മളൊരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ച് വേറെ ആൾ വന്ന് ആ പെണ്ണിന് ഓനസ്റ്റായ പെണ്ണങ്ങ് പോയി പോവും. എന്നാൽ ഹബീബായ തങ്ങൾ ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കിൽ അത്രയും നിർബന്ധമാണ്. വേറൊരാൾക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല. കെട്ടൽ പിന്നല്ലേ. മാത്രല്ല കേട്ടോ, യജിബു അലാ സൗജിഹാ ത്വലാഖുഹാ. ഒരു ഭാര്യ ഭർത്താവും കൂടി ഇങ്ങനെ പോവാ. അപ്പൊ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓളാടന്നോട്ടെ എന്ന്. ഹബീബായ തങ്ങളെ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് ത്വലാഖ് ചൊല്ലൽ നിർബന്ധമാണ്. ത്വലാഖ് അപ്പ ചൊല്ലിക്കൊള്ളും. നല്ല ഒന്നാവരാ ശരീഅത്ത്. ഒരു നിക്കാഹിന്റെ വിഷയെടുത്താൽ തന്നെ എത്ര പറയാണ്ട്. ഈ ഒരു വിഷയത്തിൽ ഇത് ഒരു സമാധാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പറയുന്ന ആൾക്ക് അറബി നന്നായിട്ട് അറിയാട്ടോ, അതുകൊണ്ട് നമുക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. ഇനി അഥവാ ഈ പറഞ്ഞ അറബിയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളായി നിങ്ങളെ പാടാം, ഇത്രയും നമുക്ക് പറയാനുള്ളൂ. സംസാരിക്കുന്നത് അഹ്സനി എന്ന് പറയുന്ന തലക്കെട്ട് പൊറോട്ടക്കെട്ട്, നല്ല അസൽ മലബാർ പൊറോട്ടയാണ്. അത് കെട്ടിയിട്ടുള്ള നല്ല ഉസ്താദാണ് ഈ പറയുന്നത്. പുള്ളി പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ പുള്ളിയുടെ ആ ഒരു വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ തീരുമാനാക്കുക. ഇനി ഇതിനെ വിമർശിച്ചത് തെണ്ടി എന്ന് ഈ പൊറോട്ടക്കെട്ടുകാരനെ വിളിച്ചത് ഞാനല്ല, അത് നമ്മൾ അനിൽ മുഹമ്മദ്, മറ്റൊരു ജംഗ്ഷൻ കാക്ക, മദ്രസ പ്രൊഡക്റ്റാണ്, കൂടിയ മദ്രസയാണ്, PhD ആണ്, മദ്രസ PhD. പിന്നെ ഇന്ന് ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട്
രണ്ടുപേരെയും കൂടി കൈകാര്യം ചെയ്യുന്നത് നമ്മളുടെ ഫഖ്റുദ്ദീൻ ആണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇസ്ലാമിൻ്റെ കഥ കഴിക്കുന്ന കാഴ്ചയാണ്. അതായത് ഇത് ആരും അറിഞ്ഞില്ല, ഇത് അങ്ങനെ അങ്ങ് വിട്ടാൽ ഈ ഉസ്താദ് ഈ പറയുന്ന വീഡിയോ എനിക്ക് തോന്നുന്നു ഒരു വർഷം മുന്നെങ്കിലും ഇത് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. അന്ന് നമ്മളിത് വെറുതെ വിട്ടു, എന്തെല്ലാം ആവട്ടെ, ഇതൊക്കെ എത്ര വെച്ചിട്ടാണ് പറയാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വർഷം അങ്ങോട്ടായി, ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? വിശ്വാസികളുടെ ഇടയിൽ ഇത് ചർച്ചയാകുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് വെറും ചർച്ചയാണോ? ഇത് ഫഖ്റുദ്ദീൻ്റെ ചാനലിൽ ഏതാണ്ട് നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞു. അനിൽ മുഹമ്മദിൻ്റെ ചാനലിൽ മറ്റൊരു മികച്ച ശതമാനം ആളുകൾ അത് കണ്ടു കഴിഞ്ഞു. വിശ്വാസികളുടെ അടുത്തേക്കാണ് എത്തുന്നത്. ഇനിയിപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ അത് വേറെ ഒരു നല്ല ശതമാനം ആളുകളിലേക്ക് എത്തുന്നു. ലിയാഖത്ത് അപ്പുറത്ത് വേറെ ചെയ്യുന്നു, അത് വേറെ ഒരു ശതമാനം ആളുകളിലേക്ക് എത്തുന്നു. എങ്ങനെ നോക്കിയാലും ഇതാരും കാണാതെ പോകുമായിരുന്ന ഒരു സാധനത്തെ ഇന്ന് ഇവർ തന്നെ കൊണ്ടെത്തിക്കുന്നു. ഇത് രസം, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ മികച്ച കാര്യം എന്ന് പറയുന്നത് നമ്മളല്ല ഇത് നേരിട്ട് എത്തിക്കുന്നത്, ഇവർ തന്നെയാണ് എത്തിക്കുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും ഇത് ഫഖ്റുദ്ദീൻ പന്താവൂരിൻ്റെ വീഡിയോയിലൂടെയാണ് എത്തിക്കുന്നത്. അപ്പോൾ ഞാനല്ല ഇതിലെ ഫസ്റ്റ് റിപ്പോർട്ടിങ്. അതുപോലെ ഇപ്പോൾ ഫഖ്റുദ്ദീൻ ചെയ്യുമ്പോൾ ഫഖ്റുദ്ദീൻ നേരിട്ടല്ല അത് എത്തിക്കുന്നത്, അനിൽ മുഹമ്മദിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അനിൽ മുഹമ്മദ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഉസ്താദ് പറഞ്ഞത് നമ്മളെടുത്ത് വിമർശിച്ചതല്ല അനിൽ മുഹമ്മദ് എത്തിക്കുന്നത്, ഉസ്താദിൻ്റെ പ്രസംഗം നേരിട്ടാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇത് വിശ്വാസികൾക്ക് കൂടുതൽ കൺവിൻസിങ് ആവാനുള്ള സാധ്യതയാണ് ഇവിടെ കൂടുക. കാരണം അവർ തന്നെ പരസ്പരം ചർച്ച ചെയ്യുന്നൊരു വിഷയമായിട്ടാണ്. അപ്പോൾ ഇതെന്താവും, മറ്റ് പല വിഷയങ്ങളിലും സമാനമായ ഒരു കാര്യം അപ്ലൈ ചെയ്യാൻ ഇവിടെ സാധ്യത വരികയും ഇസ്ലാമിൻ്റെ സംഹാരം പൂർണ്ണമാവും. എന്നുവെച്ചാൽ ഏത് വിഷയത്തിലും ഇങ്ങനെയും സംശയിക്കാം. അപ്പോൾ യുക്തിവാദികൾ പറയുന്നതിലും എന്തോ ചില കാര്യങ്ങളില്ലാതില്ല എന്ന് പറയാനും തോന്നാനുമുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത് ആരാണ്? അത് നമ്മളുടെ ഫഖ്റുദ്ദീനാണ്, അത് നമ്മുടെ അനിൽ മുഹമ്മദാണ്, അത് നമ്മളുടെ ഉസ്താദാണ്. ഈ 3 പേരും കൂടി നമ്മളെ പണി എളുപ്പമാക്കി തരുന്നു. ഇതാണ് എനിക്കിവിടെ കാണാനുള്ളത്. വലിയ സന്തോഷം, ഞാൻ വലിയ ഒരു ആഹ്ലാദത്തിലാണ് ഇവിടെ ഉള്ളത്. എനിക്ക് ഒന്ന് പൊട്ടിച്ചിരിക്കാൻ തോന്നുന്നു. ഓക്കെ, ബാക്കി കേൾക്കാം. പ്രതികരിച്ചുകൊണ്ടാണ് ഡോക്ടർ അനിൽ മുഹമ്മദ് നിഷ്പക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന വലിയൊരാളാണ് അദ്ദേഹം. വളരെ വളരെ മോശം രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. നമ്മളൊരാൾ ഹബീബായ് നബിയോട് അല്ലെങ്കിൽ ഹബീബായ് നബിയെ കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ നമ്മൾ എങ്ങനെ അയാളെ പ്രതികരിക്കണം? നമ്മളും അതേപോലെ മോശം വേർഡ് ഉപയോഗിക്കണോ? അല്ലെങ്കിൽ നമ്മൾ അയാളെ കൈ വെട്ടണോ കാല് വെട്ടണോ? ഏതായാലും അനിൽ മുഹമ്മദ് പറഞ്ഞ വാക്കുകളോട് ഞാൻ യോജിക്കണില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾ ഇങ്ങനെ ആവുന്നത്? ഒന്ന്, നമ്മളൊരാളെ മദ്ഹ് പറയാണ്, മദ്ഹ് ആവണ്ടേ? ഈ ഒരു നൗഷാദ് അഖ്സനി എന്ന് പറയുന്ന ഒരാള് അറിവിന് കുറവുള്ള ഒരാളല്ലല്ലോ. AP വിഭാഗത്തിന്റെ ഉന്നതനായ പണ്ഡിതനായിരുന്ന ഒരു കാലത്ത് AP ഉസ്താദിന്റെ എന്താ പറയുക, AP ഇതിന് വേണ്ടിയിട്ട് മുജാഹിദുകാർക്ക് മറുപടി പറഞ്ഞിട്ടും സംവാദങ്ങൾ നടത്തിയ ഒരാള് പിന്നീട് അവരിൽ നിന്നൊക്കെ തെറ്റിയിട്ട് ഏതോ ഒരു സൂഫി മാർഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ പോയി. പിന്നീട് EK വിഭാഗത്തിന്റെ കൂടെ നിന്നു. അവരും പിന്നീട് വല്ലാതെ കൂടെ കൂട്ടിയില്ല. ഇപ്പൊ സ്വതന്ത്രമായിട്ടാണ് അദ്ദേഹം. ഏതൊരു മടവൂർ ഷെയ്ഖുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സൂഫി മാർഗവുമായിട്ട് ബന്ധപ്പെട്ട് പോവാൻ. ഇപ്പോൾ ഇവരെ പരസ്പരം യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം നൗഷാദ് അഖ്സനി അങ്ങോട്ട് മറുപടി പറയണത്, നൗഷാദ് അഖ്സനിയെ കാഫിറാക്കുന്ന ആളുകൾ. ഇങ്ങനെ നമുക്ക് തല്ലുകൂടാൻ പിന്നെ വിഷയങ്ങളില്ലല്ലോ. പക്ഷെ അദ്ദേഹത്തിന് എങ്ങനെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി? കിതാബിലെ അർത്ഥങ്ങൾ പിടിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ഹബീബായ് നബി നമ്മുടെ എല്ലാമാണ്. എൻ്റെ ഹബീബ്, ആ വാക്കാരും മറക്കാൻ പാടില്ല. ഇത് വ്യാഖ്യാനം എല്ലാവരും ഉപയോഗിക്കുന്നൊരു സാധനം. ഇത് വ്യാഖ്യാനമൊന്നുമല്ല, ഇതുള്ള കാര്യമാണ് പറയണത്. ഇഷ്ടംപോലെ ഹദീസ് വേറെയുണ്ട്. നമ്മളുടെ ഖൈബർ യുദ്ധമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും ആ യുദ്ധത്തിൽ സഫിയനെ പിടിക്കുന്ന കാഴ്ച, ആ യുദ്ധത്തിൽ ഇതേപോലെ സഫിയനെ കൊണ്ടുപോയത് വേറൊരാളാണ്. ഓക്കെ, ആ ഗോത്രത്തിൻ്റെ തലവൻ്റെ ഭാര്യ പെണ്ണൊക്കെ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ സഹാബികൾ വന്നിട്ട് മുഹമ്മദിൻ്റെ അടുത്ത് പറയാണ്, ആ പെണ്ണ് വേറെ ആളാണല്ലോ കൊണ്ടുപോയത്, അതെങ്ങനെ ശരിയാവുക? ഇത് മുഹമ്മദിൻ്റെ പെണ്ണല്ല, മുഹമ്മദിനല്ലേ അത് കൂടുതൽ യോജിക്കുക എന്ന് സഹാബികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. എന്നിട്ട് ഇവർ തന്നെ തീരുമാനമാക്കി മുഹമ്മദിൻ്റെ അടുത്ത് കാര്യം അറിയിക്കുന്നു. അപ്പോൾ മുഹമ്മദ്, ഓ അങ്ങനെ ഉണ്ടായോ, എന്നാൽ അവളെ കൊണ്ടുവരൂ എന്ന് പറയുന്നു. അങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നു. നോക്കിയപ്പോൾ മുഹമ്മദിക്ക് നന്നായി അങ്ങ് പിടിച്ചു. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന കുറച്ച് അടിമകളെ അങ്ങോട്ട് കൊടുത്തിട്ട്, അയാൾക്ക് കൊടുത്തിട്ട്, എനിക്ക് തോന്നുന്നു 7 അടിമയോ അങ്ങോട്ട് കൊടുത്തിട്ട് ബാക്കി ഈ ഒരു പെണ്ണിനെ സ്വന്തമാക്കുന്നത്. ഇതാണ് കാണുന്നത്. അപ്പോഴും സ്വഹാബികൾക്ക് അറിയില്ല ഇത് ശരിക്കും അടിമയായിട്ടാണോ പിടിച്ചത് അതോ ഭാര്യയായിട്ടാണോ പിടിച്ചതെന്ന് അറിയില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു? മുഹമ്മദ് നബി രാത്രി, അതായത് ഇതൊന്നും ഇല്ല കേട്ടോ, അതാണ് ആലോചിക്കേണ്ടത്. അന്ന് രാത്രി തന്നെ അവിടെ വെച്ച് പൂശൽ നടക്കുകയാണ്. അങ്ങനെ കൂടാരത്തിന് ഉള്ളിൽ ഇവർ വലിയ ഡിങ്കോൾഫി നടക്കുന്നതിൻ്റെ ഇടയിൽ സ്വഹാബികൾ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. നേരം വെളുക്കണവരെ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുകയാണ്. കാരണം എന്താണ്? ഇവർക്ക് അറിയണം ഇത് ഭാര്യയാണോ അതോ ഇത് അടിമയാണോ എന്ന്. അപ്പോൾ ഇവരുടെ മുന്നിൽ ഒരേ ഒരു വഴിയുള്ളൂ, ഇത് അടിമയാണോ ഭാര്യയാണോ തിരിച്ചറിയാൻ. രാവിലെ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഫിയ അടുക്കളയിലേക്ക് പോകുമ്പോൾ, പുറത്ത് കൂടാരത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ
സഫിയയുടെ തലയിൽ മുണ്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കുക. സഫിയയുടെ തലയിൽ മുണ്ടുണ്ടെങ്കിൽ അവൾ ഭാര്യയാണ്, ഇല്ല എന്നുണ്ടെങ്കിൽ അവൾ അടിമയാണ്. ഇതാണ് അവരുടെ ചിഹ്നം. അതായത് അടിമയെയും സ്വതന്ത്ര സ്ത്രീയെയും തിരിച്ചറിയാൻ, വേർതിരിക്കാനുള്ളൊരു ചിഹ്നമാണ് ഹിജാബ്. നമ്മൾ പറയാറുണ്ട് അതിവിടെ അവർ അപ്ലൈ ചെയ്യാണ്, അപ്ലിക്കബിൾ ആക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ രാവിലെ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സഫിയ പുറത്തിറങ്ങി ഒട്ടകപ്പാൽ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ കാണുന്നതാണ്, കറക്കാൻ പോയതാണ്, തലയിൽ തട്ടമിട്ടിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ മനസ്സിലായി ഇത് ഭാര്യയാണ്. അപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ ചോദ്യം, ഭാര്യമാരടക്കം ചോദിക്കുന്ന കാര്യമാണ്. അതായത് ആരാണ് ഇവളെ നിങ്ങൾക്ക് ഭാര്യയാക്കി തന്നത്? ഞങ്ങളാരും കണ്ടില്ല, ഒരു നിക്കാഹ് നടക്കുന്നത് കണ്ടില്ല, പിന്നെ എങ്ങനെയാ, എപ്പോൾ കല്യാണം നടന്നു? ഇതാണ് നമ്മൾ ചോദിക്കുക. ആര് നിക്കാഹ് നടത്തി, ആരാണ്, എന്താണ് മഹർ എന്നൊന്നും ആർക്കും അറിയില്ല. ഇതെവിടെ നടന്നിട്ടില്ല. അപ്പോൾ മുഹമ്മദ് നബി അതിന് തിരിച്ചു പറയുന്ന ഒരു മറുപടി ഉണ്ട്. ആയിഷയാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളത്, ഈ സഫിയനെ കല്യാണം കഴിച്ചത് പടച്ചോനാണെന്ന് പറയും. ഇതാണ് നടക്കുന്നത്. ഇത് ഇത്രമാത്രം ലൈംഗിക അരാജകത്വം, കുത്തഴിഞ്ഞ സംഗതികളും നടക്കുന്ന ഒരു സാധനമാണ് ഈ മുഹമ്മദ് നബിയുടെ ചരിത്രം എന്ന് പറയുന്നത്. ഇതൊക്കെ അറിയുമ്പോൾ ഇതൊക്കെ കൊണ്ടുനടന്ന ഒരാളെ, ഒരു കൊള്ളത്തലവനെ, ഈ പെണ്ണിന് വേണ്ടിയിട്ട് ഇതുപോലെ കടന്ന് കളിക്കുന്ന ഒരാളെ ഒരു മാനവരിൽ മഹോന്നതനെന്ന് വിളിക്കാനും നമുക്ക് ഇവിടെ ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ നല്ല ഒരു ധാർമ്മികത ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ഇത് വേണ്ട, ഇത് ശരിയാവില്ല. തെണ്ടിന്നൊന്നും ഞാൻ ഏതായാലും വിളിക്കാൻ പോയില്ല, തെണ്ടിത്തനമാണ് കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തൽക്കാലം അങ്ങ് മാറ്റി വെച്ചു. ഇതാണ് ഉണ്ടായത്. അയാളെ നമുക്ക് മാനവരിൽ മനോഹരൻ എന്ന് വിളിക്കാൻ സൗകര്യമില്ല എന്നങ്ങ് പറഞ്ഞു. ഇതാണ് ഉണ്ടായത്. ഇതാണ് ഈ മതത്തിലുള്ളത്. അപ്പോൾ ഇത് ഒരു ചെറിയ ഉദാഹരണം. ഇതുപോലെ നമ്മളുടെ തോട്ടത്തിൽ പോയിട്ട് ജൗനിൻ്റെ തോട്ടത്തിൽ പോയി കളി തരുമോ കരളെ എന്ന് ചോദിച്ച അത് ഇപ്പോൾ തീർന്നിട്ടുള്ളൂ അതിൻ്റെ അംഗം. ഇതാണ് അവിടെ. വേറെയുണ്ട്. നമ്മൾ തമാശയ്ക്കാണേലും പറയും, ഇപ്പോൾ ഹിന്ദി സിനിമയൊക്കെ കാണുമ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഒരു കാമുകനും കാമുകി കൂടി നടന്നു പോകുന്നു. അപ്പോൾ വേറൊരു പെണ്ണ് വന്നിട്ട് ഹായ് രാഹുൽ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇയാൾ നോക്കുമ്പോൾ പെട്ടെന്ന് പേര് ഓർമ്മയില്ല. അപ്പോൾ ഹായ് സോണിയ എന്ന് പറയും. സോണിയ ഹു ഇസ് ദാറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ സോറി വേറൊരു പെണ്ണിൻ്റെ പേര് പറയുന്നു, രേണുക എന്ന് പറയും. രേണുക വോക്കോനെ. അപ്പോൾ ആകെ മൊത്തം കൺഫ്യൂഷനാണ്. കാരണം എന്താണ്, ഒരു പെണ്ണല്ല, സോണിയുണ്ട്, രേണുകയുണ്ട്, മോഹിനിയുണ്ട്, സുമംഗലിയുണ്ട്, അങ്ങനെ പല പല പെണ്ണുങ്ങളുള്ളപ്പോൾ പേര് സ്വാഭാവികമായിട്ട് മാറും. ഇതാണ് മുഹമ്മദ് നബിക്കും പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റൊക്കെ എടുക്കുമ്പോഴുള്ള പ്രശ്നം അതാണ്. മുഹമ്മദ് നബിയുടെ ഔദ്യോഗികമായിട്ടുള്ള ലിസ്റ്റ് എടുത്തപ്പോൾ അതിനകത്ത് തന്നെ 10-44 പെണ്ണുങ്ങൾ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ തന്നെ 13ഓളം ഭാര്യമാർ, പിന്നെ അതുകൂടാതെ വേറെയും കുറേ ആളുകൾ. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ പെണ്ണുങ്ങളുടെ ലിസ്റ്റ് നമ്മൾ എടുക്കാറുള്ളത്. ഇതാണ് സാക്ഷാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി പന്താവർ പറയട്ടെ. നമ്മളെ ഫഖ്റുദ്ദീൻ, നമ്മുടെ ഫിദാക്ക ഹബീബ ഉമ്മി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻ്റെ പിതാവിനും മാതാവിനും ഞാൻ ദണ്ഡം വെക്കുന്നു ഹബീബായ നബിക്ക് മുൻപിൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ മീനിങ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഹബീബായ നബിയോടുള്ള സ്നേഹം ഉണ്ടാക്കാനുള്ള വേർഡല്ലേ വേണ്ടത്? ഹബീബായ നബിയെ ഒരു വിവാഹവീരനാക്കി മാറ്റണോ? അങ്ങനെയാണോ? ആരെങ്കിലും വിവാഹം അന്വേഷിക്കുന്ന ഒരാള് അവരുടെ ഭാര്യയുടെ തലാക്കല്ലി കൊടുക്കേണ്ടി വരുന്നൊക്കെ നിങ്ങളൊക്കെ സ്നേഹത്തിന്റെ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി കാണിക്കാനാണോ ഇത് പറയുന്നത്? അവസാനം പറഞ്ഞു വന്നിട്ട് അനിൽ മുഹമ്മദ് പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്, ഇതൊക്കെ ഇവർക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ഇങ്ങനെ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. എനിക്ക് പേഴ്സണലി അനുഭവമുള്ളൊരു സംഭവമുണ്ട്. എൻ്റെ ഒരു സ്റ്റുഡന്റ്, ആ സ്റ്റുഡന്റ് സങ്കടത്തോടു കൂടി വന്ന് പറഞ്ഞത്, ഒരു സുഫി മാർഗം എന്ന് അവകാശപ്പെടുന്ന ഒരു ടീം, അവർ നിർബന്ധപൂർവ്വം ഈ പെണ്ണിനെ കൊണ്ട് അവരുടെ ആ സൂഫി മാർഗത്തിലൊക്കെ ഉള്ള ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണത്രേ. കല്യാണം കഴിപ്പിക്കുമ്പോൾ അവരുടെ വിശ്വാസപ്രകാരം ആരതിൽ കല്യാണം കഴിച്ചാലും ആ സ്ത്രീനെ ആർക്ക് കാഴ്ചവെച്ചു കൊടുക്കണത്രേ? അതിന്റെ മെയിൻ അധ്യാപകനായ ആൾക്ക് കാഴ്ചവെച്ചു കൊടുക്കണത്രേ. ഞാൻ പറഞ്ഞ പൊന്നു മോളെ, അങ്ങനെ ഒരു ഇസ്ലാമിക മാർഗങ്ങളില്ല. അവസാനം അതൊരു വലിയ പ്രശ്നമായി, എനിക്ക് ഭീഷണിയായി, എൻ്റെ ലൈഫിൽ വല്ലാതെ വിഷമമുണ്ടാക്കിയ ഒരു സാഹചര്യമാണ്. ഞാൻ ആ പേരും നാടൊന്നും ഞാൻ പറഞ്ഞില്ല. അതെനിക്ക് പേഴ്സണലി ചാനലൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് എനിക്കുണ്ടായ വളരെ വലിയ ഒരു ദുരനുഭവമാണ്. ഞാനത് വാർത്തയാക്കി. ആ വാർത്തയെ തുടർന്ന് എനിക്ക് ഭീഷണികളുണ്ടായി, എനിക്ക് വധഭീഷണി ഉണ്ടായി. ഞാനൊരു സംഘടനയുടെയും ആളല്ല. ഞാൻ AP-കാരനല്ല, ICA-കാരനല്ല, SSF-കാരനല്ല, SKSF-കാരൻ. ഒരു സംഘടന എനിക്ക് വേണ്ടി വരില്ലല്ലോ. ഞാൻ MSF, ഞാൻ പറയാം മുസ്ലിം ലീഗുകാരനല്ല. ഞാൻ എന്ന വ്യക്തി ഈ ലോകത്തുള്ള 100 കണക്കിന് സാധാരണക്കാരാളുടെ പ്രതിനിധി മാത്രമാണ്. ഞാനൊരു സംഘടനയുടെ അംഗമാണെങ്കിൽ അവരെങ്കിലും എന്നെ സംരക്ഷിക്കുന്ന കരുതാ ആരും ഉണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ട് ഞാൻ പേടിച്ച് പിന്മാറി. പക്ഷെ സത്യം അവിടെ നിൽക്കുമല്ലോ. എനിക്ക് അനിൽ മുഹമ്മദിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. ഒരു കാര്യം ഞാനിവിടെ തുറന്നു പറയാണ്. ഈ ഫഖറുദ്ദീൻ പലപ്പോഴും മദ്രസയിൽ നടക്കുന്ന പീഡനങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വളരെയധികം ശക്തമായിട്ട് തന്നെ പ്രതികരിക്കാറുണ്ട് കേട്ടോ. അത് നമ്മളിതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആ വിശ്വാസികളുടെ ഇടയിലേക്ക് വരുമ്പോൾ പലപ്പോഴും വളരെയധികം, അത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ
തനിക്ക് എതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ആ ഒരു ബാക്ക്ലാഷ് എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ആര് പറഞ്ഞാലും ഒന്നെങ്കിൽ സംഖ്യയാവും അല്ലെങ്കിൽ ഇപ്പോൾ എമു ആവും. ഇതാണ് അവസ്ഥ. അതായത് അവൻ മതം വിട്ടു, അവൻ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കളയും, ദീനിൽ നിന്ന് അങ്ങ് പുറത്താക്കി കളയും. ഇതാണ് ഉണ്ടാവുക. കാരണം എന്താണ്, വിശ്വാസികളുടെ കുഴപ്പങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കണമെന്നുള്ളതാണ് അവിടെയുള്ള ഒരു അലിഖിത നിയമം. അപ്പോൾ അതിനെതിരെ ആരെന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. ഇപ്പോൾ MIC-യിൽ നടന്ന വിഷയത്തെക്കുറിച്ച് പോലും പറയുമ്പോൾ നമ്മൾ കാണുന്നൊരു ഇദ്ദേഹം പറഞ്ഞൊരു കാഴ്ച നിങ്ങൾ കണ്ടു കാണും. ആ കുട്ടിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു വ്യഗ്രത, ഇതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഇത്രയെങ്കിലും പറയാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു ചെറിയൊരു അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ഏതായാലും ഈ നൗഷാദ് അക്സരി എനിക്കറിയാം, ഇവരങ്ങനെയുള്ള ഒരാളുകളൊന്നുമല്ല. പക്ഷെ എന്തോ അദ്ദേഹം പറഞ്ഞത് ശരിയായൊരു നിലപാടല്ല. പക്ഷെ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ തെണ്ടി എന്നോ തെമ്മാടി എന്നോ അല്ലെങ്കിൽ മൂപ്പര് പെണ്ണെട്ടാനാണെന്നോ എന്നൊന്നും പറഞ്ഞ് നമ്മൾ അടച്ചാക്ഷേപിക്കുന്ന അനിൽ മുഹമ്മദിന്റെ ശൈലിയോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. എത്ര മോശക്കാരനാണെങ്കിലും നമ്മളൊരാൾ ഉപയോഗിക്കുന്ന വേർഡുകൾ അങ്ങോട്ട് നമ്മൾ കൊടുക്കുന്നത് നല്ലതായിരിക്കണം. ശരിക്കും നമ്മൾ ഇതിപ്പോൾ വിശ്വാസികളുടെ കാര്യം വരുമ്പോൾ മാത്രം കേട്ടോ, നമ്മളെയൊക്കെ എന്തെല്ലാം തെറിവാക്കുകളാണ് ഇവർ ഉപയോഗിക്കണം എന്നുള്ളത് വേറൊരു വിഷയം. അപ്പോൾ ഫക്രുദ്ദീനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതൊക്കെ മനുഷ്യരോടാണോ അതോ മുസ്ലിമിനോട് മാത്രമുള്ള ചില ആനുകൂല്യങ്ങളാണോ എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതൊരു അഭ്യർത്ഥനയാണ്. ഓക്കെ, ഹബീബായ നബിയുള്ള സ്നേഹം നമ്മുടെ എല്ലാത്തിനേക്കാളും നമ്മൾ സ്നേഹിക്കേണ്ടത് ഹബീബായ നബിയാണ്. അത് നമുക്കറിയാം, നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്നതാണ്. പക്ഷെ അതിന് നമ്മൾ ഇങ്ങനെയാണോ വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നത്? നമ്മൾ ഒരാളെ പുകഴ്ത്തി പറയേണ്ടത് ഇങ്ങനെയല്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന നമ്മുടെ മുൻ രാഷ്ട്രപതിയെ കുറിച്ചിട്ട് ഒരു അദ്ദേഹത്തിനെ കുറിച്ച് പുകഴ്ത്തുന്ന ഒരു ചടങ്ങാണ്. അദ്ദേഹത്തിന്റെ അവദാനങ്ങൾ, അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ പറയുമ്പോൾ ഒരാൾ വന്ന് പറയാണ്, എനിക്കറിയാം അബ്ദുൽ കലാമിനെ, 2 വയസ്സിൽ ട്രൗസറിൽ അപ്പിട്ട ഒരാളല്ലേ എന്നൊക്കെ പറഞ്ഞ് മൂപ്പരുടെ കുട്ടിക്കാലത്തുള്ള ആ ഒരു നാട്ടിലുള്ള ഒരു ബാല്യത്തെ അനുഭവം പറയാനാണോ അയാളെ മദ്ഹ് പറയല്? എനിക്കറിയാം പണ്ട് 1.5 വയസ്സാകുമ്പോൾ ഇത് പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. അതായത് അബ്ദുൽ കലാം 2 വയസ്സിൽ അപ്പിയിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇന്ന് മുതിർന്ന അബ്ദുൽ കലാമിൻ്റെ ഒരു മദ്ഹ് പറയേണ്ടി വരുമ്പോൾ അത് പറയരുത്, അതല്ലല്ലോ നമ്മൾ പറയുക എന്നാണല്ലോ ഇവിടെ ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് നബിയുടെ മദ്ഹ് നിങ്ങൾ പറയേണ്ടി വരുമ്പോൾ ഇതൊന്നും പറയരുത് എന്നാണോ ഇവിടെ ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഇതുപോലെ പലതും സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ തുറന്ന് സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇസ്ലാമിൻ്റെ കുഴി നിങ്ങൾ വീണ്ടും വീണ്ടും ആഴത്തിൽ കുഴിക്കുന്ന പരിപാടിയല്ലേ നിങ്ങളിവിടെ ചെയ്യുന്നത്? ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ, സംശയമാണ്. ട്രൗസറി മൂത്രമൊഴിച്ചായിരുന്നു അബ്ദുൽ കൽപ്പോനൊക്കെ ഇപ്പോൾ വലിയ ആളായി, വലിയ സയന്റിസ്റ്റായി, മരിച്ചുപോയി, നല്ല മനുഷ്യനാണ്. ഇതാണോ ഒരാളെ മദ്ഹ് ഇത് മദ്ഹ് പറച്ചിലാണോ? അയാൾ നൽകിയ സേവനങ്ങൾ, നേട്ടങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, അദ്ദേഹം നാടിനെ അർപ്പിച്ച കാര്യങ്ങളൊക്കെ അല്ലേ പറയേണ്ടത്? ഇത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഹബീബ നബിയെ കുറിച്ച് വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നത് ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചുണ്ടാക്കല്. ഞാൻ നിർഭാഗ്യത്തോടെ ഞാൻ പറയട്ടെ ഉസ്താദെ, ആ ശൈലി തെറ്റായിപ്പോയി. അത് പറയാൻ ഞാൻ ആരുമല്ല കേട്ടോ, ഞാൻ പണ്ഡിതനും അല്ല, നമുക്കതിൻ്റെ ആരുമല്ല. പക്ഷേ നമുക്കൊരു കോമൺ സെൻസ് ഉണ്ട്. ആ കോമൺ സെൻസ് വെച്ച് പറയാലോ, ഇങ്ങനെയല്ല ഹബീബായ നബിയുടെ മദ്ഹ് പറയേണ്ടത്. പക്ഷെ ഇതിൻ്റെ പേരിൽ ഹബീബായ നബിയെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ തെണ്ടി എന്നും തെമ്മാടി എന്നും വിളിക്കുന്ന അനിൽ മുഹമ്മദിന്റെ ശൈലിയോട് എനിക്ക് യോജിക്കാനാവില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഹബീബായ നബിയെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കണേനെ. പിന്നെ ഇത് മൂപ്പര് മാത്രമൊന്നുമല്ല, നിങ്ങളൊന്ന് യൂട്യൂബ് എടുത്തൊക്കെ എത്ര കറാമത്ത് തള്ളലുകളാണ്. കറാമത്ത് എന്ന പേരില് മടവൂർ ഷേഖ് ചായ കുടിക്കാൻ പോയി, എന്നിട്ട് അവിടുന്ന് കാശ് കൊടുക്കാതെ മുങ്ങി, കാശ് ചോദിച്ചപ്പോൾ ഹോട്ടൽ കത്തിപ്പോയി എന്നൊക്കെ. ഇതൊക്കെ ഒരു കറാമത്തായിട്ട് വിളിച്ചു പറയാണ്. കാശ് കൊടുക്കാതെ മുങ്ങണോനൊക്കെ ഞങ്ങളുടെ നാട്ടില് അടിയാണ് കൊടുക്കല്. ഇതൊക്കെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഹമ്മദ് നബിക്ക് ബാധകമല്ല എന്ന് നമ്മൾ ചോദിക്കുന്നത്. ഇതുപോലെ കറാമത്ത് കാണിച്ച് പല പരിപാടികളും ചെയ്ത് ആയത്തിറക്കിയിട്ട് ആളെ പറ്റിക്കുന്ന പരിപാടി ഇതന്നെയല്ലേ മുഹമ്മദ് നബിയും ചെയ്തിരുന്നത്. അപ്പോൾ മുഹമ്മദ് നബി ചെയ്യുമ്പോൾ ആഹാ, നൗഷാദ് ഹസന് ചെയ്യുമ്പോൾ ഓഹോ, അതെങ്ങനെ ശരിയാവുക? CM വലിയുല്ലാഹി അതുപോലെയുള്ള പല പല ആളുകളെ കുറിച്ച് ഇവിടെ കറാമത്തുകൾ കാണിച്ചു എന്നൊക്കെ പറയുന്ന ആളുകൾ, ഇത് എന്തടിസ്ഥാനത്തിൽ നിങ്ങൾക്കത് അവർക്ക് കിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നു? ഇതാണ് നമ്മൾ ചോദിക്കണേ. ഈ സലഫി ആയിരുന്ന സമയത്ത് നമ്മളിതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ അവർ വാദിക്കുന്നത് കൃത്യമായിട്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ തെളിവുകൾ വെച്ചിട്ടും ഒക്കെയാണ് അവരും വാദിക്കുന്നത്. അവരും വലിയ വിശ്വാസികളാണ്. അതാ ഞാൻ പറഞ്ഞത്, ദൈവമുണ്ടെന്ന് നിങ്ങൾ പറയും, അതിനുശേഷം ഈ ദൈവത്തിൻ്റെ ഇടയിലുള്ള സംഗതികൾ അവിടെ ചർച്ച വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ വിശ്വാസികൾ തമ്മിൽ പ്രശ്നമാണ്. അതാണ് ഇപ്പോൾ ഇവിടെ ഫക്രുദ്ദീൻ പന്താവൂർ നമ്മളുടെ നൗഷാദ് ഹസനുമായിട്ട് അടിയാവുകയാണ്. അതാണിപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇത് അവർ തമ്മിൽ തല്ലി തീർക്കുക എന്നുള്ളതല്ലാതെ നമുക്കൊന്നും പറയാനില്ല. റാമത്ത് പറയുന്ന അവഹേളനം നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ അവഹേളനത്തിന് കാരണമാക്കണേ. ഞങ്ങൾ കാക്കട്ടെ. ഇതുപോലെയുള്ള ശല്യങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിച്ചവനോട് കാവലിനെ ചോദിക്കേണ്ടത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി കുട്ടികളുടെ നബിദിന പരിപാടികൾ കാണണ്ടേ? അപ്പൊ ഇന്നത്തെ കുട്ടികളുടെ നബിദിന ഓക്കെ, അത് വേറെയാണ്, നമുക്ക് ആവശ്യമുള്ള സംഗതികളല്ല. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മളിവിടെ ഫക്രുദ്ദീൻ പന്താവൂരിലൂടെ നമുക്കിന്നിവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ സത്യത്തിൽ വിശ്വാസികളുടെ ഇടയിൽ വലിയ തോതിൽ ചർച്ചയാകുന്നത് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രശ്നത്തിൻ്റെ വിശേഷങ്ങൾ എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് ഇങ്ങനെയൊക്കെ നബിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. പ്രത്യേകിച്ച് പുള്ളി പറഞ്ഞ ഉദാഹരണം കൂടി ആവുമ്പോൾ കയ്യിൽ നിന്ന് പോവാണ്. അതാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. അതായത് ഈ ഉദാഹരണം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു ലേശെങ്കിലും ശ്വാസം മുഹമ്മദ് നബിക്ക് ബാക്കി ഉണ്ടാവുമായിരുന്നു. ഉദാഹരണം പറഞ്ഞോടുകൂടി അത് മൊത്തം കയ്യിൽ നിന്ന് പോയി. ഫക്രുദ്ദീൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അതായത് ആ ഉദാഹരണം പറയുമ്പോൾ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയാതെ അല്ലെങ്കിൽ അറിയാതെ സമ്മതിച്ചു. ഇസ്ലാമിൻ്റെ വിശ്വാസം എങ്ങനെയാണ്? മുഹമ്മദ് നബിക്ക് അങ്ങനെ തെറ്റൊന്നും പറ്റിയിട്ടില്ല. ജീവിതത്തിൽ ഒരു തിന്മ പോലും ചെയ്യാത്ത ഒരാളാണ് മുഹമ്മദ് നബി. അതുകൊണ്ടാണ് പുള്ളിയെ നമ്മൾ ഒരു ഉത്തമ മാതൃകയായിട്ട് സ്വീകരിക്കണമെന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ. അപ്പോൾ ഒരു തിന്മ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് ഇപ്പം നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വിശ്വാസകാലത്ത് ഞാൻ ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ മുഹമ്മദ് നബി ഏതെങ്കിലും ഒരു തിന്മ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നത് ഒരു തിന്മ ചെയ്തിട്ടുണ്ട്. ആ തിന്മ പിന്നീട് മുഹമ്മദ് നബി കേട്ടപ്പോൾ ആലോചിച്ചറിഞ്ഞപ്പോൾ മുഹമ്മദ് നബി വല്ലാതെ വിഷമിക്കുന്നു, എന്നിട്ട് തൗബ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കഥ. ആ കഥ ഏതൊരു അന്ധനായ ഒരു വ്യക്തി മുഹമ്മദ് നബിയുടെ അടുത്ത് എന്തോ വന്ന് സംസാരിക്കുന്നു, ചോദിക്കുന്നു. അപ്പോൾ മുഹമ്മദ് നബി അത് ഗൗനിക്കാതെ വിടുന്നു. എന്തോ ഒരു എന്താണ് അത് നെവർ മൈൻഡ് എടുത്തു. അപ്പോൾ അതങ്ങ് പോയി. അപ്പോൾ ആൾക്ക് വലിയ വിഷമമായെന്ന് പിന്നെ അറിയാണ്. കാരണം അപ്പോൾ മുഹമ്മദ് നബി അപ്പോൾ അറിയുന്നത് പുള്ളി അന്ധനായിരുന്നു എന്ന് മുഹമ്മദ് നബിക്ക് അറിയില്ലായിരുന്നു. അറിയുമായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നു പറഞ്ഞ ആളോട് എന്തോ മാപ്പ് പറഞ്ഞു എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനം. അപ്പോൾ കുറേ മുന്നേ നടന്നിട്ടുള്ളൊരു കാര്യമാണ്. തള്ളാണോന്നും അറിയില്ല, എന്തായാലും ഇതാണ് അന്ന് നമ്മളോട് പറഞ്ഞു തന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു തിന്മയല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നായിരുന്നു അന്ന് എനിക്ക് തന്ന ഉത്തരം. അതായത് അടിമുടി, അതും പ്രവാചകത്വം ലഭിക്കുന്നതിന് മുന്നേ, നുബുവത്ത് അത് ലഭിക്കുന്നതിന് മുന്നേ നബിയെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഈ നെഞ്ചിൽ നിന്ന് ഒരു കറുത്ത കട്ട എടുത്ത് കളഞ്ഞു എന്നൊക്കെ പറയുന്നൊരു കഥ നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ എല്ലാ തിന്മയും എടുത്ത് കളഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ. ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉള്ളൊരു വ്യക്തിയെയാണ് ഇവിടെ ഫക്രുദ്ദീൻ വന്നിട്ട് പറയുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മധു പറയുന്നു എന്ന് പറഞ്ഞ് ഇതൊന്നും പുറത്ത് പറയരുത് പ്ലീസ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇത് ഇസ്ലാമിൻ്റെ മൂട്ടിൽ തന്നെ വെടിവെക്കുന്ന വെടിയായിട്ട് മാറുന്നു എന്നതാണ് നമുക്ക് പറയാനുള്ളത്. വിശ്വാസികൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ അവരുടെ ഉള്ളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ മറ്റു വിഷയങ്ങളിലും യുക്തിവാദികൾ എക്സ് മുസ്ലിങ്ങളൊക്കെ പറയുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലേ എന്ന് ചിന്തിക്കാനും അത് വെച്ചുകൊണ്ട് എല്ലാത്തിലും ഇങ്ങനെ ഒരു വിമർശന ബുദ്ധിയോടുകൂടി കാണാനും അവർ തുടങ്ങുകയും അങ്ങനെ അവർക്ക് സാധിച്ചാൽ ഇസ്ലാമിൻ്റെ കഥ വളരെ എളുപ്പം കഴിയും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇത് ഒരു കൃത്യമായ ഒരു സന്ദേശമായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ഇടയിലുള്ള പ്രത്യേകിച്ച് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് കാണാനും കേൾക്കാനൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാണ് ഞാൻ എപ്പോഴും അഭ്യർത്ഥിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് അത് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ നേരിട്ടല്ല ഈ വിഷയത്തെ വിമർശിക്കുന്നത്. ഇത് വിശ്വാസികൾ തന്നെ വിമർശിക്കുന്നു, വിമർശിച്ച വിശ്വാസിയെ വീണ്ടും വിമർശിക്കുന്നു എന്ന രീതിയിൽ പോകുമ്പോൾ വിശ്വാസികളുടെ ഇടയിൽ ഇത് കൂടുതൽ സ്വീകാര്യത നേടാൻ ഒരു സാധ്യതയുള്ളൊരു സംഗതിയാണ്. അവർ കേൾക്കാനുള്ളൊരു സാധ്യത ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് എത്തിക്കാൻ കഴിയും. ഇങ്ങനൊരു സാധനമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയും. ഇതാണ് ഇതിനകത്തുള്ളൊരു പോസിറ്റീവായിട്ടുള്ള നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര ആളുകൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോഴും 10,300 ആളുകൾ കണ്ടിട്ട് ലൈക്കൊന്നും മുകളിലേക്ക് കയറിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇത്രമാത്രം വിശ്വാസികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നും കൂടിയാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ നന്ദിയുണ്ട് വിശ്വാസികളായിട്ടുള്ള ആളുകൾ നമ്മളെ ചാനലുകൾ ഇങ്ങനെ കൂടുതൽ കാണാൻ വേണ്ടി മുന്നോട്ട് വരുന്നതിൽ വലിയ സന്തോഷം. നാളെ ഒരു കോയ കോളിംഗ് റിലീസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുറേ എഡിറ്റിങ്ങിനൊക്കെ വെച്ച് ബാക്കിയായിട്ട് ഇരിക്കുകയാണ്. അധികം വൈകാതെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ നീട്ടുന്നില്ല. ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഡിങ്ക ബാങ്ക് കൂടി കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ബാങ്കിലേക്ക് കിടക്കാം. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. أشهد أن لا إله إلا الله.
أشهد أن لا إله إلا أشهد أن ميتم يا الرسول دينغا أشهد أن ميتم يا الرسول دينغا حي على free thinking ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. حي على free thinking حي على scientific temper حي على scientific temper മീട്ട് മുയൽ, നോട്ട് വെറും മുയൽ. Dingahu Akbar, Dingahu Akbar, La ilaha illa Dinga, La ilaha illa Dinga. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് ബാക്കി കാണാം. ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.